ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. 2023 PSC ചോദിച്ചിട്ടുള്ള മലയാളം ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 4/2023 ആണ്. ഒന്നാമത്തെ ചോദ്യം, ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം. ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് വാചാലത. ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം വാചാലതയാണ്. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കുകയും ചെയ്യാൻ ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. വായിക്കുമ്പോൾ തന്നെ അറിയാം അത് തെറ്റായിട്ടുള്ള വാക്യമാണ്, തെറ്റായ പ്രയോഗമാണ്. കൈക്കൂലി വാങ്ങുകയും ആദർശം പ്രസംഗിക്കാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല എന്ന വാക്യവും തെറ്റാണ്. കൈക്കൂലി വാങ്ങിച്ചും ആദർശം പ്രസംഗിച്ചും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല എന്ന വാക്യവും തെറ്റ് തന്നെയാണ്. കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല എന്നതാണ് ശരിയായിട്ടുള്ള വാക്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, കർട്ടൻ ലെക്ചർ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് ചേരുന്ന മലയാള ശൈലി. കർട്ടൻ ലെക്ചർ അല്ലെങ്കിൽ തലയിണ മന്ത്രം. കർട്ടൻ ലെക്ചർ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് ചേരുന്ന മലയാള ശൈലിയാണ് തലയിണ മന്ത്രം. സഭയിൽ പറയാൻ പാടുള്ളത് എന്ന പദത്തിന്റെ വിപരീത പദം. സഭയിൽ പറയാൻ പാടുള്ളത് എന്നാൽ സഭ്യം എന്നാണ് അർത്ഥം. അതിന്റെ വിപരീതമായി വരുന്നത് അസഭ്യമാണ്. സഭയിൽ പറയാൻ പാടില്ലാത്തത് അസഭ്യം. സഭ്യത്തിന്റെ വിപരീത പദമാണ് അസഭ്യം. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ. ഈ വരികളിൽ അടിവരയിട്ട പദത്തിന്റെ സമാന പദം. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ. എന്താണ് ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ എന്ന വരികളുടെ അർത്ഥം? പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ എന്നതാണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണിത്. ചക്ഷുശ്രവണം എന്ന പദത്തിന് അർത്ഥം പാമ്പ് എന്നാണ്. ദർദുരം എന്നാൽ തവളയാണ്. ഗളം എന്നാൽ കഴുത്ത് എന്നുമാണ് അർത്ഥം. അപ്പോൾ ചക്ഷുശ്രവണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാമ്പ് എന്നാണ്. ചക്ഷുശ്രവണം എന്ന പദത്തിന്റെ സമാന പദമാണ് പാമ്പ്. ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഇവിടെ ഓപ്ഷൻ ബി ആണ്. ഇരുമ്പും വിദ്യയും ഇരിക്കെ കെടും എന്നതാണ്. ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ലാണ് ഇരുമ്പും വിദ്യയും ഇരിക്കെ കെടും എന്ന പഴഞ്ചൊല്ല്. ചാണ എന്ന പദത്തിന്റെ പര്യായ പദം. ചാണ എന്ന പദത്തിന്റെ പര്യായ പദമായി വരുന്നത് നികഷം. എന്താണ് ചാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കത്തിയും അതുപോലുള്ള മറ്റുപകരണങ്ങളും തേച്ചും എനിക്ക് മൂർച്ച കൂട്ടുവാനും രത്നങ്ങൾ തേച്ചും എനിക്ക് മിനുസപ്പെടുത്തുവാനും പൂജാതി കർമ്മങ്ങൾക്കായിട്ട് ചന്ദനം അരയ്ക്കുന്നതിനും ആയുർവേദ ഔഷധങ്ങൾ അരയ്ക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഉരകല്ലാണ് ചാണ എന്ന് പറയുന്നത്. നികഷം എന്ന വാക്കിന് അർത്ഥവും ഉരകല്ല് എന്നാണ്. ചാണ എന്ന പദത്തിന്റെ പര്യായ പദമായി വരുന്നത് നികഷമാണ്. അവസാനിപ്പിക്കുക എന്ന ആശയം വരുന്ന മലയാള ശൈലി. അവസാനിപ്പിക്കുക എന്ന ആശയം വരുന്ന മലയാള ശൈലിയാണ് ഭരതവാക്യം പാടുക. ഒരുവളുടെ എന്ന പദം പിരിച്ചെഴുതുന്ന വിധം. ഒരു പ്ലസ് അൾ പ്ലസ് ഉടയാണ് ഒരുവളുടെ. ഒരു പ്ലസ് അൾ പ്ലസ് ഉടയാണ് ഒരുവളുടെ. താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ നശിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം. നശിക്കുന്നത് എന്നർത്ഥം വരുന്ന പദമാണ് അനിത്യം. പെനി വൈസ് പൗണ്ട് ഫൂളിഷ്. ഇതിന് അനുയോജ്യമായ മലയാള ചൊല്ലാണ് ആന ചോരുന്നതറിയില്ല പേൻ ചോരുന്നതറിയും. പെനി വൈസ് പൗണ്ട് ഫൂളിഷ്
എന്നതിന് അനുയോജ്യമായ മലയാള ചൊല്ലാണ് ആന ചോരുന്നതറിയില്ല, പേൻ ചോരുന്നതറിയും. കലാനൈപുണ്യം എന്ന സമസ്തപദം വിഗ്രഹിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് കലകളിലുള്ള നൈപുണ്യമാണ് കലാനൈപുണ്യം. കലകളിലുള്ള നൈപുണ്യം, കലാനൈപുണ്യം. ശരിയായ പദം എഴുതുക. ഇവിടെ ശരിയായിട്ട് മധ്യാഹ്നം എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ആർപ്പു വിളിക്കുവിനുണ്ണികളെ അലകടലെ, മേന്മേൽ കുരവയിടൂ കൊച്ചരുവികളെ, ചെറുകന്യകളെ, നല്ല തിഥി നമുക്കിനി ആരിതുപോലെ. തന്നിരിക്കുന്ന വരികളിൽ അടിവരയിട്ട പദത്തിൽ വരുന്ന സന്ധി. അടിവരയിട്ടിരിക്കുന്ന പദം മേന്മേൽ എന്ന പദമാണ്. മേൽ അധികം മേൽ ചേരുന്നതാണ് മേന്മേൽ. ഇവിടെ സന്ധി ഏതാണ്? ആദേശ സന്ധിയാണ്. പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശ സന്ധി എന്ന് പറയുന്നത്. ഇവിടെ മേൽ അധികം മേൽ ചേർത്തെഴുതുമ്പോൾ ഇൽ എന്ന വർണ്ണം പോയിട്ട് ന് എന്ന വർണ്ണം വരുന്നു. അതുകൊണ്ട് സന്ധി ആദേശ സന്ധിയാണ്. മേലധികം മേൽ, മേന്മേൽ ആദേശ സന്ധിയാണ്. വന്നാൻ എന്ന ശബ്ദത്തിലെ ആൻ പ്രത്യയം ഏത് ലിംഗ ശബ്ദത്തെ കുറിക്കുന്നു? ആൻ പ്രത്യയം പുല്ലിംഗ ശബ്ദത്തെയാണ് കുറിക്കുന്നത്. ആർഷം എന്ന ഒറ്റ പദത്തിന് അനുയോജ്യമായ ആശയം. ആർഷം എന്നാൽ ഋഷിയെ സംബന്ധിച്ചത്. ഋഷിയെ സംബന്ധിച്ചതാണ് ആർഷം. താഴെ തന്നിരിക്കുന്നവയിൽ ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദം. ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദമാണ് കുപ്രസിദ്ധി. ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദമാണ് കുപ്രസിദ്ധി. സാധാരണയായി എൻ്റെ സ്നേഹിതർ ധരിക്കുന്നത് വെള്ള വസ്ത്രമാണ്, പക്ഷേ ഇടയ്ക്ക് മറ്റുള്ളവയും ധരിക്കും. മുകളിൽ തന്നിരിക്കുന്ന വാക്യത്തിലെ ഘടകപദം ഏതാണ്? ഘടകപദം പക്ഷേ എന്നതാണ്. അഹമഹമികയ പാവക ജ്വാലകളമ്പരത്തോളം ഉയർന്നു ചെന്നു മുത. അഹമഹമികയ എന്ന സവിശേഷ പ്രയോഗത്തിന്റെ ആശയമാണ് ഞാൻ മുൻപേ, ഞാൻ മുൻപേ. അഹമഹമികയ എന്ന പ്രയോഗത്തിന്റെ ആശയം ഞാൻ മുൻപേ, ഞാൻ മുൻപേ. ഗുരു എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഇതിൽ ഏതാണ്? സതീർത്ഥ്യനാണ്. സതീർത്ഥ്യൻ എന്നാൽ സഹപാഠി എന്നാണ് അർത്ഥം. ഉപാധ്യായൻ, ഗുരുനാഥൻ, ആചാര്യൻ ഇവയൊക്കെ ഗുരു എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്. ഗുരു എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് ഉപാധ്യായൻ, ഗുരുനാഥൻ, ആചാര്യൻ. സതീർത്ഥ്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സഹപാഠി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 16/2023. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ്. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ കയ്യോടെ പിടികൂടുക എന്നതാണ്. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ്, കയ്യോടെ പിടികൂടുക. ഓളം നിന്നിട്ട് കടലാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓളം നിന്നിട്ട് കടലാടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് അസാധ്യമായ കാര്യം. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. കുറച്ചു ദൂരത്തേക്ക് മുന്നിലേക്ക് നടന്നാൽ വായനശാലയിലെത്താം. തെറ്റാണ്. കുറച്ചു ദൂരത്തേക്ക് മുന്നോട്ട് നടന്നാൽ വായനശാലയിലെത്താം എന്ന വാക്യവും തെറ്റാണ്. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നാൽ വായനശാലയിലെത്താം എന്നതാണ് ഇവിടെ ശരിയായ വാക്യം. അടുത്ത ചോദ്യം, വോൾസ് ഹാവ് ഇയേഴ്സ് എന്ന ഇംഗ്ലീഷ് പഴഞ്ചൊല്ലിന് സമാനമായ മലയാളം ചൊല്ല് ഏതാണ്? അരമന രഹസ്യം, അങ്ങാടിപ്പാട്ട്. വോൾസ് ഹാവ് ഇയേഴ്സ് എന്ന ഇംഗ്ലീഷ് പഴഞ്ചൊല്ലിന് സമാനമായ മലയാളം ചൊല്ലാണ് അരമന രഹസ്യം, അങ്ങാടിപ്പാട്ട്. താഴെ പറയുന്ന പദങ്ങളുടെ ശരിയായ പിരിച്ചെഴുത്ത് രൂപം തിരഞ്ഞെടുക്കുക എന്നതാണ് 65ഉം 66ഉം. വിഷയികം. വിഷയികം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? വിഷയ പ്ലസ് ഏകമാണ് വിഷയികം എന്നതിൻ്റെ ശരിയായ രൂപം. വിഷയ പ്ലസ് ഏകം, വിഷയൈകം. സുഹൃജ്ജനം. ശരിയായത് സുഹൃത്ത് പ്ലസ് ജനമാണ് സുഹൃജ്ജനം. സുഹൃത്ത് പ്ലസ് ജനം, സുഹൃജ്ജനം.
ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. എങ്ങനെയാണ് ഉച്ചാരണം എന്ന് ശരിയായി എഴുതുന്നത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഉച്ചാരണം എന്ന് ശരിയായി എഴുതുന്നത് ഇങ്ങനെയാണ്. 68 മുതൽ 69 വരെയുള്ള ചോദ്യങ്ങൾ താഴെ തന്നിട്ടുള്ള സമസ്ത പദങ്ങളുടെ വിഗ്രഹ രൂപം തിരഞ്ഞെടുത്ത് എഴുതുക. ഭയാശങ്കകൾ. ഭയാശങ്കകൾ എന്നാൽ ഭയവും ആശങ്കയുമാണ്. ഭയാശങ്കകൾ, ഭയവും ആശങ്കയും ഭയാശങ്കകൾ. സുഹൃതാമൃതം. സുഹൃതമാകുന്ന അമൃതമാണ് സുഹൃതാമൃതം. സുഹൃതമാകുന്ന അമൃതം സുഹൃതാമൃതം. ഭർതൃനിഷ്ഠയുള്ളവൾ എന്നതിന് തുല്യമായ പദമാണ് പതിവ്രത. ഭർതൃനിഷ്ഠയുള്ളവൾ എന്നതിന് തുല്യമായ പദമാണ് പതിവ്രത. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും തെറ്റായ പദം കണ്ടെത്തി എഴുതുക. തെറ്റായ പദം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ജീവശവം എന്നതാണ് ഇവിടെ തെറ്റായിട്ട് എഴുതിയിരിക്കുന്നത്. ശരിയായിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്. വിമ്മിട്ടം, മുഖാന്തിരം, സമ്രാട്ട് ഇവയെല്ലാം ശരിയായ പദങ്ങൾ തന്നെയാണ്. ഭാഗിനേയൻ എന്ന പദത്തിന്റെ എതിർലിംഗം എഴുതുക. ഭാഗിനേയൻ എന്ന പദത്തിന്റെ എതിർലിംഗമാണ് ഭാഗിനേയി. ഭാഗിനേയൻ എന്ന പദത്തിന്റെ എതിർലിംഗമാണ് ഭാഗിനേയി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ കണ്ണാടി എന്ന പദത്തിന്റെ പര്യായമല്ലാത്തതേത്? തന്നിട്ടുള്ളവയിൽ കണ്ണാടി എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് കർപ്പരം ആണ്. മുകുരം, ആദർശം, ദർപ്പണം ഇവയെല്ലാം തന്നെ കണ്ണാടി എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്. കണ്ണാടി എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് മുകുരം, ആദർശം, ദർപ്പണം എന്നിവയൊക്കെ. തവള എന്ന പദത്തിന്റെ പര്യായ പദം കണ്ടെത്തി എഴുതുക. തവള എന്ന പദത്തിന്റെ പര്യായ പദം ദർദുരം. താഴെ കൊടുത്തിട്ടുള്ള വാക്കുകളുടെ വിപരീത പദം എഴുതുക. ആസ്തിക്യം. ആസ്തിക്യം എന്ന പദത്തിന്റെ വിപരീത പദമാണ് നാസ്തിക്യം. ഉൽപ്പതിഷ്ണു എന്ന പദത്തിന്റെ വിപരീത പദം. ഉൽപ്പതിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഗമനവാദി എന്നാണ് അർത്ഥം. അതിന് വിപരീതമായിട്ട് വരുന്ന പദം എന്താണ്? യാഥാസ്ഥിതികനാണ്. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം കൊടുത്തിട്ടില്ല. ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല എന്നതാണ് ശരിയായ ഉത്തരം. പമ്പരം ചുറ്റുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? പമ്പരം ചുറ്റുക, കഷ്ടപ്പെടുക. പമ്പരം ചുറ്റുക എന്ന ശൈലിയുടെ അർത്ഥം കഷ്ടപ്പെടുക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വേർ there is a will there is a way എന്ന ചൊല്ലിന് സമാനമായ പഴഞ്ചൊല്ല് ഏതാണ്? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. വേർ there is a will there is a way എന്ന ചൊല്ലിന് സമാനമായ മലയാള പഴഞ്ചൊല്ലാണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ശരിയായ വാക്യം തെരഞ്ഞെടുത്തെഴുതുക. അയാൾ രാപ്പകലില്ലാതെ അഹോരാത്രം പണിയെടുത്തു എന്നത് തെറ്റായ വാക്യമാണ്. അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു എന്ന് പറഞ്ഞാൽ മതി. അതാണ് ശരിയായിട്ടുള്ള വാക്യം. ഇവിടെ ചുവടെ ചേർത്തിട്ടുള്ളവയിൽ നിന്നും ഒറ്റയായ പദം എടുത്തെഴുതുക. ആനനം, ആസ്യം, വക്ത്രം ഇവയെല്ലാം മുഖം എന്നതിന്റെ പര്യായ പദങ്ങളാണ്. ആനനം, ആസ്യം, വക്ത്രം, വദനം ഒക്കെ മുഖത്തിന്റെ പര്യായ പദങ്ങളാണ്. ആമ്രം എന്നതാണ് ഇവിടെ ഒറ്റയായ പദം. ആമ്രം എന്നാൽ മാവ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 30/2023. ഒന്നാമത്തെ ചോദ്യം. അഗ്നി പര്യായ പദം എഴുതുക. അഗ്നി എന്നാൽ തീ എന്നാണ് അർത്ഥം. അഗ്നി എന്ന പദത്തിന്റെ പര്യായമായി വരുന്നത് ഓപ്ഷൻ സി അനലനാണ്. അനലൻ എന്നാൽ അഗ്നി എന്നാണ് അർത്ഥം. അനിലൻ എന്നാൽ കാറ്റ് എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം. ലേഖകൻ സ്ത്രീലിംഗം എഴുതുക. ലേഖകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് ലേഖിക. ലേഖകന്റെ സ്ത്രീലിംഗം ലേഖികയാണ്. അടുത്ത ചോദ്യം. ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ ശരത്ചന്ദ്രൻ. ശരത് പ്ലസ് ചന്ദ്രനാണ് ശരത്ചന്ദ്രൻ. ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം. ഫലേച്ഛ കൂടാതെ എന്നാൽ നിഷ്കാമം. ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദമാണ് നിഷ്കാമം. ശ്ലാഘ്യം എന്ന പദത്തിന്റെ വിപരീത പദം. ശ്ലാഘ്യം, ഗർഹ്യം. ശ്ലാഘ്യം എന്ന പദത്തിന്റെ വിപരീത പദം ഗർഹ്യം.
വാഗർത്ഥം പിരിക്കുമ്പോൾ വാക് പ്ലസ് അർത്ഥമാണ് വാഗർത്ഥം. വാക് പ്ലസ് അർത്ഥം വാഗർത്ഥം. ശരിയായ വാക്യം എടുത്തെഴുതുക. അവന്റെ ഭാവിയെപ്പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. തെറ്റാണ്. ഓരോ വീടുതോറും കയറണം എന്ന വാക്യവും തെറ്റാണ്. ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത്. തെറ്റായ വാക്യങ്ങളാണ് അതും. ശരിയായ വാക്യം ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല എന്നതാണ് ഇവയിൽ ശരിയായ വാക്യം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? നിങ്ങൾ എന്നതാണ്. അർത്ഥവ്യത്യാസം എഴുതുക. കന്ധരം ഗുഹ. കന്ധരം കഴുത്ത്. കന്ധരം എന്ന വാക്കിനർത്ഥം കഴുത്ത് എന്നാണ്. ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്ത്? ഉട്ടോപ്യ എന്നാൽ പ്രായോഗികമല്ലാത്തത് എന്നതാണ്. ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം പ്രായോഗികമല്ലാത്തത് എന്നതാണ് ഉട്ടോപ്യ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 31/2023. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത്? നദിയുടെ പര്യായം ഓപ്ഷൻ എ ആണ് തടിനി. നദിയുടെ പര്യായമാണ് തടിനി. വിപരീത പദം എഴുതുക. ചഞ്ചലം. ചഞ്ചലം എന്ന പദത്തിന്റെ വിപരീത പദമാണ് അചഞ്ചലം. ചഞ്ചലം എന്ന പദത്തിന്റെ വിപരീത പദമാണ് അചഞ്ചലം. പിരിച്ചെഴുതുക. ഉണ്മ. ഉണ്മ എന്നത് പിരിക്കുന്നത് ഉൾ പ്ലസ് മായാണ് ഉണ്മ. ഉൾ പ്ലസ് മ ഉണ്മ. ശരിയായ പദമേത്? ശരിയായിട്ട് നിശ്ചയം എന്ന് എഴുതുന്നത് ഓപ്ഷൻ സി ആണ്. ശരിയായ ഉത്തരം നിശ്ചയം എന്ന് ഇങ്ങനെയാണ് ശരിയായി എഴുതുന്നത്. സമാന പദമേത്? ഇനൻ. ഇനൻ എന്നാൽ ആരാണ്? സൂര്യനാണ്. സമാന പദം സൂര്യന്റെ പര്യായ പദമാണ് ഇനൻ. തെറ്റില്ലാത്ത വാക്യമേത്? തെറ്റില്ലാത്തത് നന്ദി പറയുന്നു എന്നതാണ്. നന്ദി രേഖപ്പെടുത്തുന്നു, നന്ദി തരുന്നു, നന്ദി വാങ്ങുന്നു ഇവയൊക്കെ തെറ്റായ പ്രയോഗങ്ങളാണ്. നന്ദി പറയുന്നു എന്നതാണ് ശരിയായ പ്രയോഗം. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? അധ്വാനത്തിന്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ് ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത്. അധ്വാനത്തിന്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ് ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. പരിഭാഷ എന്ത്? ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്നതിന്റെ ശരിയായ പരിഭാഷ വിത്ത് ഗുണം 10 ഗുണം എന്നതാണ്. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്നതിന്റെ പരിഭാഷയാണ് വിത്ത് ഗുണം 10 ഗുണം. ചേർത്തെഴുതുക. ഈ പ്ലസ് അൾ ഇവൾ. ഈ പ്ലസ് അൾ ആണ് ഇവൾ. കുളം കോരി എന്ന ശൈലിയുടെ അർത്ഥം. കുളം കോരി ആരാണ്? നശിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 32/2023. ഒന്നാമത്തെ ചോദ്യം, ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹമുള്ളയാൾ. അറിയാൻ ആഗ്രഹമുള്ളയാളാണ് ജിജ്ഞാസു. അറിയാൻ ആഗ്രഹമുള്ളയാൾ ജിജ്ഞാസു. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് കടവടുപ്പിക്കുക. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് കടവ് അടുപ്പിക്കുക. പ്രാചി എന്ന വാക്കിന്റെ വിപരീത പദമായി വരുന്ന പദം. പ്രാചി എന്ന വാക്കിന്റെ വിപരീത പദമായിട്ട് വരുന്ന പദമാണ് പ്രതീചി. പ്രാചി എന്നതിന്റെ വിപരീതം പ്രതീചി. ശാരിക എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം. ശാരിക എന്നാൽ എന്താണ്? തത്തയാണ്. കീരം, ശുകം, കിളി ഇവയൊക്കെ തത്തയുടെ പര്യായ പദങ്ങളാണ്. ചകോരം എന്നാൽ ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോത്ത് എന്ന പക്ഷിയുടെ പര്യായമാണ് ചകോരം. അപ്പോ
ശാരിക എന്ന വാക്കിന്റെ അർത്ഥമല്ലാത്ത പദം ഏതാണ്? ചകോരമാണ്. ശാരിക എന്നാൽ തത്ത. തത്തയുടെ പര്യായങ്ങളാണ് കീരം, ശുകം, കിളി, ശാരിക. അടുത്ത ചോദ്യം, വീട് അധികം പണി ചേർത്തെഴുതിയാൽ വീടുപണി. വീട് അധികം പണിയാണ് വീടുപണി. കേമൻ പിരിച്ചെഴുതുന്നത് കേമം അധികം അൻ ആണ് കേമൻ. കേമം പ്ലസ് അൻ കേമൻ. കർത്തൃ എന്ന പദത്തിന്റെ പുല്ലിംഗം. കർത്തൃ കർത്താവ്. കർത്തൃ എന്നതിന്റെ പുല്ലിംഗമാണ് കർത്താവ്. തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം. തമ്പി തങ്ക. തമ്പി എന്നതിന്റെ സ്ത്രീലിംഗ രൂപമാണ് തങ്ക. സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ എന്നതിന്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? അത്. സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ എന്നതിന്റെ ഏകവചന രൂപമാണ് അത്. അവ എന്നത് ബഹുവചന രൂപമാണ്. അവയുടെ ഏകവചന രൂപമാണ് അത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 34/2023. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ആണ് ഉന്മീലനത്തിന്റെ വിപരീത രൂപം. ഉന്മീലനത്തിന്റെ വിപരീത രൂപമാണ് നിമീലനം. ഉന്മീലനത്തിന്റെ വിപരീത രൂപമാണ് നിമീലനം. കണ്ടു എന്നത് പിരിച്ചെഴുതുന്നത് കൺ പ്ലസ് തു ആണ്. കണ്ടു. കൺ പ്ലസ് തു കണ്ടു. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കൈതവമാണ്. ആദർശം, ദർപ്പണം, കണ്ണാടി ഇവയൊക്കെ ഒരേ അർത്ഥമാണ്. കണ്ണാടി എന്ന പദത്തിന്റെ വിപരീത പദമായി വരുന്ന പദങ്ങളാണ് ആദർശം, ദർപ്പണം, മുകുരം ഇവയൊക്കെ. കൈതവം എന്നാൽ എന്താണ്? കള്ളം എന്നാണ് അർത്ഥം. അതുകൊണ്ട് കൂട്ടത്തിൽ പെടാത്തത് കൈതവമാണ്. ആദർശം, ദർപ്പണം, കണ്ണാടി, മുകുരം ഇവയൊക്കെ ഒരേ അർത്ഥമാണ്. ആ പ്ലസ് അൻ അവൻ. ഇവിടെ സന്ധി ഏതാണ്? ആ പ്ലസ് അൻ അവൻ. സന്ധി ഏതാണ്? ആഗമ സന്ധിയാണ്. ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമാണ് കണ്ണിലുണ്ണി. ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമാണ് കണ്ണിലുണ്ണി. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിന്റെ അർത്ഥം. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്നത് കൊച്ചിയുടെ മാഹാത്മ്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. മടി അധികം ശീല ചേർത്തെഴുതിയാൽ മടിശീല. മടി പ്ലസ് ശീല മടിശീല. ശരിയായ രൂപം കണ്ടെത്തി എഴുതുക. യാദൃച്ഛികം എന്ന് ശരിയായിട്ട് എഴുതുന്നത് ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ്. യാദൃച്ഛികം. കുടിക്കുവാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിന്റെ ഒറ്റപ്പദമാണ് പിപാസു. കുടിക്കുവാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു. വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിന് അർത്ഥം. വെള്ളത്തിൽ എഴുതുക എന്നാൽ ഫലമില്ലാതെ പ്രവർത്തിക്കുക എന്നതാണ് വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. ഫലമില്ലാതെ പ്രവർത്തിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 35/2023. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി. കഷ്ടപ്പെടുത്തുക, ശതകം ചൊല്ലിക്കുക എന്നതാണ് കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി. ചെണ്ട കൊട്ടിക്കുക എന്നാൽ അപമാനിക്കുക എന്നാണ്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറയുക. ദീപാളി കുളിക്കുക എന്നാൽ ധൂർത്ത് കാണിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ശരിയായ ഉത്തരം 3 മാത്രമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 3 മാത്രം ശരി. കഷ്ടപ്പെടുത്തുക, ശതകം ചൊല്ലിക്കുക. താഴെ തന്നിട്ടുള്ള പര്യായ പദങ്ങളെ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. മയിൽ. മയിൽ എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് കേകി, ബർഹി എന്നിവ. ആമ്പലിന്റെ പര്യായങ്ങളാണ് കുമുദം, കൈരവം. പൂവിന്റെ പര്യായമാണ് കുസുമം, സൂനം എന്നിവ. കുയിലിന്റെ പര്യായമാണ് കോകിലം, പികം എന്നിവ. ശരിയായ ഉത്തരം 1 ഡി, 2 എ, 3 ബി, 4 സി. അപ്പോൾ 1 ഡി, 2 എ, 3 ബി, 4 സി. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണ്.
മയിലിന്റെ പര്യായങ്ങൾ കേകി ബർഹി, ആമ്പൽ കുമുദം കൈരവം, പൂവ് കുസുമം സൂനം, കുയിൽ കോകിലം പീകം. അടുത്ത ചോദ്യം, തല അധികം കെട്ട് ചേർത്തെഴുതിയാൽ തലക്കെട്ട്. മൂന്നാമത്തേതാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം 3 മാത്രം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. തല അധികം കെട്ട് തലക്കെട്ട്. ചുവടെ തന്നിട്ടുള്ള വിപരീത പദങ്ങളിൽ ശരിയായത് ഏതെല്ലാം? ആർജവം. ആർജവം എന്ന പദത്തിന്റെ വിപരീതമാണ് കൗടില്യം. ആത്മീയം എന്നതിന്റെ വിപരീതമാണ് ഭൗതികം. ആദാനം പ്രധാനം ആന്തരം ബാഹ്യം. ആർജവം കൗടില്യം 1B 2A 3D 4C. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ആർജവം എന്ന പദത്തിന്റെ വിപരീതമാണ് കൗടില്യം. ആത്മീയം ഭൗതികം. ആദാനം പ്രധാനം ആന്തരം ബാഹ്യം. അടുത്ത ചോദ്യം, എത്ര ഉണ്ടായാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ലാണ് നായയ്ക്ക് സമുദ്രത്തിലെത്തിയാലും നക്കിക്കുടി. ചുവടെ തന്നിട്ടുള്ള ഒറ്റപ്പദങ്ങളെ ശരിയായി ക്രമപ്പെടുത്തുക. മകളുടെ മകൻ. മകളുടെ മകൻ ആരാണ്? ദൗഹിത്രനാണ്. ഭാര്യയുടെ പിതാവാണ് ശശുരൻ. സഹോദരിയുടെ പുത്രനാണ് ഭാഗിനേയൻ. സഹോദരിയുടെ ഭർത്താവാണ് സ്യാലൻ. ശരിയായി വന്നിരിക്കുന്നത് ഏതാണ്? 76. ശരിയായ ഉത്തരം 1B 2D 3A 4C. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മകളുടെ മകൻ ദൗഹിത്രൻ, ഭാര്യയുടെ പിതാവ് ശ്വശുരൻ, സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ, സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ. തെറ്റായ പദങ്ങൾ കണ്ടെത്തുക. ഐക്യമത്യം എന്നല്ല ഐകമത്യം എന്നാണ് എഴുതുന്നത്. ഇത് തെറ്റായ പദമാണ്. നിരൂപിക ശരിയാണ്. വേഗത തെറ്റാണ്. വേഗം എന്ന് പറഞ്ഞാൽ മതി. വലുപ്പം ശരിയാണ്. തെറ്റായിട്ടുള്ളത് 1ഉം 3ഉമാണ്. തെറ്റായ പദങ്ങൾ 1ഉം 3ഉമാണ്. പക്ഷേ ഇവിടെ ഓപ്ഷൻ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 1ഉം 3ഉം ശരി എന്ന് ആണ് കൊടുത്തിരിക്കുന്നത്. തെറ്റായ പദങ്ങളിലെ ശരി, ഓപ്ഷനിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 1ഉം 3ഉം ശരി. ഐക്യമത്യം എന്നതും വേഗത എന്നതുമാണ് തെറ്റായിട്ട് എഴുതിയിരിക്കുന്നത്. ശരിയായിട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ സ്പർശിക്കാൻ പാടില്ലാത്തവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? അസ്പൃശ്യനാണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ 2 മാത്രം ശരി. ആചാര്യൻ എന്ന പദം ഏതുതരം ബഹുവചന രൂപമാണ്? ആചാര്യൻ എന്ന പദം പൂജക ബഹുവചനമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം ശരിയാണ്. ശരിയായ മലയാള തർജ്ജമ ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നവയിൽ ശരിയായ മലയാള തർജ്ജമ ഓപ്ഷൻ ഡി ആണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നാൽ വിരളമായി എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 36/2023. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ശരിയായിട്ട് ഇങ്ങനെയാണ് സതീർത്ഥ്യൻ എന്ന് എഴുതുന്നത്. പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം. പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷ. പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദമാണ് വിവക്ഷ. തിക്തം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? തിക്തം എന്ന പദത്തിന്റെ വിപരീത പദം മധുരമാണ്. തിക്തം എന്നാൽ കയ്പ്. തിക്തത്തിന്റെ വിപരീതമാണ് മധുരം. ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം എന്താണ്? കണ്ണിലുണ്ണി. ആപ്പിൾ ഓഫ് ദി ഐ എന്നാൽ കണ്ണിലുണ്ണി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മീൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ചഷം എന്ന പദമാണ്. മീൻ എന്നർത്ഥം വരുന്ന പദമാണ് ചഷം. മീൻ എന്നർത്ഥം വരുന്ന പദം ചഷം. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് ശിങ്കിടി പാടുക. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് ശിങ്കിടി പാടുക. ചുമ എന്നർത്ഥം വരുന്ന പദം. ചുമ കാസം. ചുമ എന്നർത്ഥം വരുന്ന പദമാണ് കാസം. കരി പ്ലസ് പുലി ചേർത്തെഴുതിയാൽ കരിമ്പുലി.
കരി പ്ലസ് പുലി, കരിമ്പുലി. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം സ്വാമികൾ. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം സ്വാമികൾ. വെയിൽ നാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപമാണ് വെയിലിന്റെ നാളം. വെയിൽ നാളം, വെയിലിന്റെ നാളമാണ് വെയിൽ നാളം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 37/2023. ഒന്നാമത്തെ ചോദ്യം, ശരിയായ പദം ഏത്? ശരിയായിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്, അനുഗൃഹീതം. നമ്പ്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് നങ്ങ്യാർ. നമ്പ്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം നങ്ങ്യാർ. പിരിച്ചെഴുതുക, അന്തസത്ത. അന്തസത്ത എന്നത് പിരിച്ചെഴുതുന്നത് അന്ത പ്ലസ് സത്ത, അന്തസത്ത. ശരിയായ വാക്യം ഏത്? എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. കൂടെ ജോലി ചെയ്യുന്നയാളെയാണ് സഹപ്രവർത്തകൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ആവശ്യമില്ല. അപ്പൊ തെറ്റായിട്ടുള്ള വാക്യമാണ് ആദ്യത്തേത്. എന്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി എന്നത് ശരിയായ വാക്യമാണ്. പുരോഗതി എന്ന പദത്തിന്റെ വിപരീത പദം. പുരോഗതി എന്നതിന്റെ വിപരീത പദമായി ഏറ്റവും അനുയോജ്യമായത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പശ്ചാത്ഗതിയാണ്. 95 ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം. കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം അപ്രസക്തമായത് പ്രതിപാദിക്കുക എന്നതാണ്. കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം അപ്രസക്തമായത് പ്രതിപാദിക്കുക. ചേർത്തെഴുതുക, വിദ്യുത് പ്ലസ് ശക്തി. വിദ്യുത് പ്ലസ് ശക്തി, വിദ്യുത് ശക്തി. വിദ്യുത് പ്ലസ് ശക്തി, വിദ്യുത് ശക്തി. ശരിയായ വിവർത്തനമേത്? ദ ബ്ലഡ് ഓഫ് ദ റവല്യൂഷണറീസ് പേഴ്സ്ഡ് ത്രൂ ദ സ്ട്രീറ്റ്സ്. വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. പുല്ല് എന്നർത്ഥം വരുന്ന പദം. പുല്ല് എന്നർത്ഥം വരുന്ന പദമാണ് തൃണം. പുല്ല് എന്നർത്ഥം വരുന്ന പദം തൃണം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കാക്കയുടെ പര്യായമല്ലാത്തതേത്? കാക്കയുടെ പര്യായമല്ലാത്തത് ഇവിടെ ഓപ്ഷൻ ഡി ആണ്. വിശ്വകേതു എന്നതാണ് കാക്കയുടെ പര്യായമല്ലാത്തത്. ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലിഭുക്ക് ഇവയെല്ലാം കാക്കയുടെ പര്യായ പദങ്ങളാണ്. ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലിഭുക്ക് എന്നിവ കാക്കയുടെ പര്യായ പദങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 38/2023. ഒന്നാമത്തെ ചോദ്യം, അകത്തു കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം. അകത്തു കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം ഭക്ഷിക്കുക. അകത്തു കടത്തുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ഭക്ഷിക്കുക. ദ്രുതം എന്ന പദത്തിന്റെ വിപരീത പദം. ദ്രുതം എന്നാൽ വേഗത്തിലുള്ളത്. ദ്രുതത്തിന്റെ വിപരീതം മന്ദം. നെന്മണി എന്ന പദം പിരിച്ചെഴുതുന്നത് നെല് പ്ലസ് മണിയാണ്. നെന്മണി. നെല് പ്ലസ് മണി, നെന്മണി. ശത്രു എന്ന പദത്തിന്റെ പര്യായ പദം ഏത്? ശത്രു എന്ന പദത്തിന്റെ പര്യായ പദമാണ് വൈരി. ശരിയായ പദമേത്? പ്രദക്ഷിണം എന്ന് ശരിയായിട്ട് എഴുതുന്നത് ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്നത് പോലെയാണ്, പ്രദക്ഷിണം. ഒരു കൈ നോക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഒരു കൈ നോക്കുക എന്നാൽ പരീക്ഷിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. കൺ പ്ലസ് നീർ, കണ്ണീർ എന്ന പദത്തിലെ സന്ധി ഏതാണ്? ആദേശ സന്ധിയാണ്. കൺ പ്ലസ് നീർ, കണ്ണീർ എന്ന പദത്തിലെ സന്ധി ആദേശ സന്ധിയാണ്. ടു നിപ്പ് ഇൻ ദ ബഡ് എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ടു നിപ്പ് ഇൻ ദ ബഡ് എന്ന ശൈലിയുടെ അർത്ഥം മുളയിലേ നുള്ളുക എന്നതാണ്. ടു നിപ്പ് ഇൻ ദ ബഡ് എന്ന ശൈലിയുടെ അർത്ഥം മുളയിലേ നുള്ളുക. ജിജ്ഞാസ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം അറിയാനുള്ള ആഗ്രഹമാണ്. ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. ജിജ്ഞാസ എന്നാൽ അറിയാനുള്ള ആഗ്രഹം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏതാണ്? വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം വിദുഷി. വിദ്വാന്റെ സ്ത്രീലിംഗമാണ് വിദുഷി. പൂരം ഡാഷ്, പുരം നഗരം. പൂരം എന്നാൽ എന്താണ്? പൂരം എന്നാൽ ആഘോഷമാണ്. പുരം എന്നാൽ നഗരവുമാണ്. പൂരം
ആഘോഷം, പുരം, നഗരം. സാക്ഷികാരകമായ വിഭക്തി വിഭാഗം ഏത്? സാക്ഷികാരകമായ വിഭക്തി വിഭാഗമാണ് സംയോജിക. മുൻവിനയച്ചത്തിന് ഉദാഹരണം ഏതാണ്? മുൻവിനയച്ചത്തിന് തന്നിരിക്കുന്നവയിൽ ഉദാഹരണം ഓടിക്കയറി എന്നതാണ്. ഒറ്റപ്പദം എഴുതുക. അന്യദേശത്തുള്ളവൻ. അന്യദേശത്തുള്ളവൻ പരദേശി. പിരിച്ചെഴുതുക. ഇക്കാര്യം. ഇക്കാര്യം എന്നത് പിരിച്ചെഴുതുന്നത് ഈ പ്ലസ് കാര്യമാണ്. ഇക്കാര്യം. കൊടിക്കൂറ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം. കൊടിക്കൂറ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് കേതനം. ശരിയായ പദമേത്? ശരിയായിട്ട് എങ്ങനെയാണ് എഴുതുന്നത്? അഖിലേഷൻ എന്ന് ഇങ്ങനെയാണ് ശരിയായി എഴുതുന്നത്. അഖിലേഷൻ. അടുത്ത ചോദ്യം, ചെമ്പു തെളിയുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? ചെമ്പു തെളിയുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം സത്യം പുറത്താകുക എന്നതാണ്. കൂപം എന്ന പദത്തിന്റെ അർത്ഥം. കൂപം എന്നാൽ കിണർ. കൂപം എന്ന പദത്തിന്റെ അർത്ഥം കിണർ. ഓഫ് ആൻഡ് ഓൺ എന്ന ശൈലിയുടെ അർത്ഥം വല്ലപ്പോഴും. ഓഫ് ആൻഡ് ഓൺ എന്ന ശൈലിയുടെ അർത്ഥം വല്ലപ്പോഴും എന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പൂജക ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തി എഴുതുക. തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനം ഏതാണ്? ഗുരുപാദർ എന്നതാണ് പൂജക ബഹുവചനം. അനലൻ എന്ന വാക്കിന്റെ പര്യായ പദം. അനലൻ എന്നാൽ തീയാണ്, അനിലനാണ് കാറ്റ്. പടികടത്തുക എന്ന ശൈലിയുടെ അർത്ഥം പുറത്താക്കുക. പടികടത്തുക എന്ന ശൈലിയുടെ അർത്ഥം പുറത്താക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക. പ്രായശ്ചിത്തം എന്ന് ശരിയായിട്ട് എഴുതുന്നത് ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ്. പ്രായശ്ചിത്തം. പൂത്തട്ടം എന്ന പദം പിരിച്ചെഴുതിയാൽ പൂ അധികം തട്ടമാണ് പൂത്തട്ടം. പുല്ലിംഗ പദമല്ലാത്തത് കണ്ടെത്തി എഴുതുക. അവൻ, സമർത്ഥൻ, കേമൻ ഇവയെല്ലാം പുല്ലിംഗ പദങ്ങളാണ്. പുല്ലിംഗ പദമല്ലാത്തത് സമർത്ഥ എന്ന പദമാണ്. കൈ ആടിയെങ്കിലേ വായാടൂ എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ. കൈ ആടിയെങ്കിലേ വായാടൂ എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ. ആമയം എന്ന വാക്കിന്റെ വിപരീത പദം നിരാമയം. ആമയം എന്ന വാക്കിന്റെ വിപരീത പദമായിട്ട് വരുന്നത് നിരാമയം. തിരു അധികം ഓണം, തിരുവോണം. സന്ധി ഏതാണ്? ഏതാണ്? ആഗമസന്ധിയാണ്. തിരുവധികം ഓണം, തിരുവോണം, ആഗമസന്ധി. കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം പുരോഗമനവാദി. ആരാണ്? ഉൽപ്പതിഷ്ണു. ഉൽപ്പതിഷ്ണു എന്നാൽ പുരോഗമനവാദി എന്നാണ് അർത്ഥം. കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഉൽപ്പതിഷ്ണു. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 41/2023. ഒന്നാമത്തെ ചോദ്യം, ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് ചോദിച്ചിരിക്കുന്നത്. നാരദക്രിയയാണ് ശരിയായ ഉത്തരം. ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഭിക്ഷുകി. ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് ഭിക്ഷുകി. താഴെ പറയുന്നവയിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം ഏത്? ദ്വന്ദ്വ സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകുന്ന സമാസമാണ് ദ്വന്ദ്വ സമാസം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഗജാശ്വങ്ങൾ. ഗജങ്ങൾക്കും അശ്വങ്ങൾക്കും തുല്യ പ്രാധാന്യം. ഗജം ആന, അശ്വം കുതിര, രണ്ടിനും തുല്യ പ്രാധാന്യം നൽകിയിരിക്കുന്നത് കൊണ്ട് ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം ഓപ്ഷൻ എ ആണ്. ഗജാശ്വങ്ങൾ. ഋഷിയെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദമാണ് ആർഷം. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. വിയോഗം എന്ന വാക്കിന്റെ വിപരീതമാണ് സംയോഗം. വിയോഗം എന്ന വാക്കിന്റെ വിപരീതം സംയോഗം.
കാടിയായാലും മൂടിക്കുടിക്കണം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത് എന്നതാണ്. കാടിയായാലും മൂടിക്കുടിക്കണം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത്. താഴെ പറയുന്നവയിൽ പക്ഷിയുടെ പര്യായം ഏതാണ്? പക്ഷിയുടെ പര്യായം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഖഗം. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് ദ്രോണർ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഇവിടെ ദ്രോണറാണ്. പരിഭാഷപ്പെടുത്തുക. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദി പുവർ. ശരിയായ പരിഭാഷ ഏതാണ്? നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും എന്നതാണ്. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദ പുവർ എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരുത്തി എഴുതുക. വാക്യം: പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. ഇതിന്റെ ശരിയായിട്ടുള്ളത് ഏതാണ്? മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു എന്നതാണ് ശരിയായിട്ടുള്ള രൂപം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 42/2023. ഒന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായ രൂപം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഗ്രന്ഥം എന്നത് ശരിയായി എഴുതുന്നത് ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ്. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. അത്യാവശ്യം, അത്യാവശ്യം എന്ന് ശരിയായിട്ട് എഴുതുന്നത് ഓപ്ഷൻ സി ആണ്. അത്യാവശ്യം ഗ്രന്ഥം. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നു എന്ന് പറയേണ്ടതിന്റെ ആവശ്യമില്ല. തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു എന്ന് പറഞ്ഞാൽ മതി. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന ശൈലിക്ക് സമാനമായ തർജ്ജമയാണ് കലഹത്തിന് കാരണമായത്. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന ശൈലിക്ക് സമാനമായ തർജ്ജമ കലഹത്തിന് കാരണമായത്. ഒറ്റപ്പദം എഴുതുക. മനസ്സിനെ രമിപ്പിക്കുന്നത് മനോരമ. മനസ്സിനെ രമിപ്പിക്കുന്നത് മനോരമ. ഉദ്യോഗ സംബന്ധമായത് എന്ന വാക്യത്തിന്റെ ഒറ്റപ്പദമാണ് ഔദ്യോഗികം. ഉദ്യോഗ സംബന്ധമായത് ഈ വാക്യത്തിന്റെ ഒറ്റപ്പദമാണ് ഔദ്യോഗികം. പുരോഗതി ഈ പദത്തിന്റെ വിപരീത പദം എഴുതുക. പുരോഗതി എന്നതിന്റെ വിപരീതം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ്? അധോഗതിയാണ്. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പശ്ചാത്ഗതി ഉണ്ടായിരുന്നു, അധോഗതിയും ഉണ്ടായിരുന്നു. അപ്പോൾ PSC പശ്ചാത്ഗതി ആയിരുന്നു ഫൈനൽ ആൻസർ കീ ആയി എടുത്തിരുന്നത്. പുരോഗതി എന്നതിന്റെ വിപരീതം അധോഗതി. അധികം എന്ന പദത്തിന്റെ വിപരീതം എഴുതുക. അധികം എന്നതിന്റെ വിപരീതം ന്യൂനം. അടുത്ത ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. യാതൊരു പ്രയോജനവും ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തി. ഈ അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് കണ്ടെത്തി എഴുതുക. ഏതാണ്? കടലിൽ കായം കലക്കിയ പോലെ. യാതൊരു പ്രയോജനവും ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ് കടലിൽ കായം കലക്കിയ പോലെ. ഒറ്റപ്പദം എഴുതുക. ദർശനത്തെ സംബന്ധിച്ചത് ദാർശനികം. ദർശനത്തെ സംബന്ധിച്ചത് ദാർശനികം. ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിന്റെ സമാന പദമാണ് ആഹ്ലാദപ്രദം. ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിന്റെ സമാന പദമാണ് ആഹ്ലാദപ്രദം. പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുമ്പോൾ പൊൽക്കുടം. പൊൻ പ്ലസ് കുടം പൊൽക്കുടമാണ്. യാചകി എന്ന പദത്തിന്റെ പുല്ലിംഗ പദം. യാചകി എന്നതിന്റെ പുല്ലിംഗ പദം ഏതാണ്? യാചകൻ. യാചകി എന്ന പദത്തിന്റെ പുല്ലിംഗ പദം യാചകൻ. ഏകവചന രൂപം എടുത്തെഴുതുക. തന്നിരിക്കുന്നവയിൽ ഏകവചന രൂപം വൈദ്യരാണ്. പിരിച്ചെഴുതുക. നിന്നു. നിൻ പ്ലസ് തു നിന്നു. നിൻ പ്ലസ് തു ആണ് നിന്നു. വിദ്യാഭ്യാസം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വിദ്യ പ്ലസ് അഭ്യാസം വിദ്യാഭ്യാസം. When in Rome, do as the Romans do.
ഈ പഴഞ്ചൊല്ലിന് സമാനമായ മലയാള പരിഭാഷ. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം. വെൻ ഇൻ റോം ഡു ആസ് ദ റോമൻസ് ഡു എന്ന പഴഞ്ചൊല്ലിന് സമാനമായ മലയാള പരിഭാഷയാണ് ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം. രാമന്റെ കഥ, കൃഷ്ണന്റെ കഥ, ഈ രണ്ട് വാക്യങ്ങളെയും ഉചിതമായ ഘടകപദം ചേർത്ത് എഴുതുക. ശരിയായിട്ടുള്ളത് ഏതാണ്? രാമന്റെയും കൃഷ്ണന്റെയും കഥ എന്ന് പറയാം. രാമന്റെയോ കൃഷ്ണന്റെയോ കഥ എന്നും പറയാം. അപ്പൊ 1ഉം 2ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 60/2023. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏത്? ശരിയായിട്ട് എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ എ പോലെയാണ്. അഭിഭാജ്യ എന്നെഴുതുന്നത് ഇങ്ങനെയാണ്. സാധനങ്ങൾ വിൽക്കുന്നയാൾ ആരാണ്? വിക്രേതാവാണ്. സാധനങ്ങൾ വിൽക്കുന്നയാളിനെ അറിയപ്പെടുന്നത് വിക്രേതാവ് എന്നാണ്. കുതിര എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏതാണ്? കുതിര എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഇതിൽ ഓപ്ഷൻ ഡി അസിതമാണ്. അസിതം എന്നാൽ കറുപ്പ് എന്നാണ് അർത്ഥം. ഘോടകം, വാജി, തുരകം ഇവയെല്ലാം കുതിരയുടെ പര്യായ പദങ്ങളാണ്. ഘോടകം, വാജി, തുരകം, അശ്വം, ഗമം, ഹയം, സൈന്ധവം ഇവയെല്ലാം തന്നെ കുതിരയുടെ പര്യായ പദങ്ങളാണ്. നിരാമയം എന്നതിന്റെ വിപരീത പദം എഴുതുക. നിരാമയത്തിന്റെ വിപരീതമാണ് ആമയം. നിരാമയം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ആമയം. അബദ്ധം പ്രവർത്തിക്കുക എന്നർത്ഥം വരുന്ന ശൈലി കാടുകാട്ടുക. അബദ്ധം പ്രവർത്തിക്കുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് കാടുകാട്ടുക. തലമുടി എന്ന പദത്തിന് സമാനമായ പദമാണ് കുന്തളം. തലമുടി എന്ന പദത്തിന് സമാനമായ പദമാണ് കുന്തളം. ചേർത്തെഴുതുക. നെല് പ്ലസ് മണി, നെന്മണി. നെന്മണി പിരിച്ചെഴുതുന്നതാണ് നെല് പ്ലസ് മണി. നെല് പ്ലസ് മണി ചേരുമ്പോൾ നെന്മണി. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്. കേമൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപമാണ് കേമി. അവൻ എന്നതിന്റെ സ്ത്രീലിംഗം അവൾ. ആങ്ങളയുടെ സ്ത്രീലിംഗം പെങ്ങൾ. 8000 എന്ന പദം പിരിച്ചെഴുതുക. 8000 എന്ന പദം പിരിച്ചെഴുതുന്നത് എൺ പ്ലസ് 1000 ആണ്. 8000. എൺ പ്ലസ് 1000 8000. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ഇത് കുട്ടികൾക്കും കൂടി അറിയാം എന്നത് തെറ്റാണ്. അവർ ഓരോ വീടുതോറും കയറി എന്ന പ്രയോഗവും തെറ്റാണ്. ഏതാണ്ട് 15ഓളം പുസ്തകം വാങ്ങി. ഏതാണ്ടും ഓളം എന്നതും ഒരുമിച്ച് വരേണ്ടതായിട്ടില്ല. തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണിത് എന്നതാണ് ശരിയായ വാക്യം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായ വാക്യം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 76/2023. ഒന്നാമത്തെ ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ പാദസരം എന്ന് ശരിയായിട്ട് എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. പാദസരം എന്ന് ശരിയായി എഴുതുന്നത് ഇങ്ങനെയാണ്. ലോകത്തെ സംബന്ധിക്കുന്നത്. ലോകത്തെ സംബന്ധിക്കുന്നതാണ് ലൗകികം. ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകികം. കഴുത്ത് എന്ന പദത്തിന്റെ പര്യായ പദം ഓപ്ഷൻ ഡി ഗളമാണ്. കഴുത്ത് എന്നതിന്റെ പര്യായ പദം ഗളം. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് തിരഞ്ഞെടുത്ത് എഴുതുക. മുളയിലറിയാം വിള എന്നതാണ് ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല്. നീചം എന്ന പദത്തിന്റെ വിപരീത പദം ഉച്ചം. നീചം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ഉച്ചം. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കവി ജി ശങ്കരക്കുറുപ്പാണ്. ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ്.
എന്ന ചൊല്ലിന് സമാനമായത് മിന്നുന്നതെല്ലാം പൊന്നല്ല. ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് സമാനമായ മലയാളമാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല. ശരിയായി പിരിച്ചെഴുതിയ രൂപം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. തൊണ്ട ഇടറി എന്നത് തൊണ്ട പ്ലസ് ഇടറി എന്നാണ് ശരിയായി പിരിച്ചെഴുതുന്നത്. തിരുവോണം തിരു പ്ലസ് ഓണം, മരക്കൊമ്പ് മരം പ്ലസ് കൊമ്പ്, സത്യത്തിൽ സത്യം പ്ലസ് ഇൽ എന്നിങ്ങനെയാണ് ശരിയായി പിരിച്ചെഴുതുന്നത്. തൊണ്ട ഇടറി എന്നത് ശരിയായി പിരിച്ചെഴുതുന്നത് തൊണ്ട അധികം ഇടറി എന്നാണ്. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമത്തിനെ പറയുന്ന പേരാണ് സർവനാമം. നാമത്തിന് പകരം ഉപയോഗിക്കുന്ന പദമാണ് സർവനാമം. പാദധൂളി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം എഴുതുക. പാദധൂളി എന്നാൽ പാദത്തിലെ ധൂളി. പാദധൂളി എന്ന പദത്തിനെ ശരിയായി വിഗ്രഹിക്കുമ്പോൾ പാദത്തിലെ ധൂളി. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 81/2023. ഒന്നാമത്തെ ചോദ്യം, താഴെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പദം ഏതാണ്? തന്നിട്ടുള്ളവയിൽ ശരിയായ പദം തഥാഗതൻ എന്നെഴുതുന്നത് ഇങ്ങനെയാണ്. ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നതിന്റെ മലയാള രൂപം അർദ്ധ ഔദ്യോഗിക കത്ത് എന്നതാണ്. ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നതിന്റെ മലയാള രൂപമാണ് അർദ്ധ ഔദ്യോഗിക കത്ത്. ഡെമി ഒഫീഷ്യൽ ലെറ്റർ അർദ്ധ ഔദ്യോഗിക കത്ത്. വിശേഷണ വിടർന്നത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദമാണ് വ്യാഘോഷം. വിശേഷണ വിടർന്നത് എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദമാണ് വ്യാഘോഷം. ചീവീടിന്റെ പര്യായ പദം ഝില്ലിക. ചീവീടിന്റെ പര്യായ പദമാണ് ഝില്ലിക. സൈരന്ധ്രി എന്ന വാക്കിന്റെ അർത്ഥം എഴുതുക. സൈരന്ധ്രി എന്ന വാക്കിന്റെ അർത്ഥം അണിയിച്ചൊരുക്കുന്നവൾ. സൈരന്ധ്രി എന്ന വാക്കിന്റെ അർത്ഥമാണ് അണിയിച്ചൊരുക്കുന്നവൾ. പ്രാക്തനം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? പ്രാക്തനം എന്ന പദത്തിന്റെ വിപരീത പദം അധുനാതനം. പ്രാക്തനം എന്ന പദത്തിന്റെ വിപരീത പദമാണ് അധുനാതനം. മണലുകൊണ്ട് കയറു പിരിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വിഡ്ഢിത്ത പ്രവൃത്തി ചെയ്യുക എന്നതാണ് മണലുകൊണ്ട് കയറു പിരിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏതാണ്? പുരാതന കവിത്രയം എന്നതാണ് ഇവിടെ ശരിയായ പ്രയോഗം. 89ാമത്തെ ചോദ്യം, ദി സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക് എന്നതിന്റെ ശരിയായ മലയാള അർത്ഥം എന്താണ്? മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല എന്നതാണ് ദി സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക് എന്നതിന്റെ ശരിയായ മലയാള വിവർത്തനം. ദി സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക് എന്നതിന്റെ ശരിയായ മലയാള അർത്ഥം മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല എന്നതാണ്. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അടിവരയിട്ട പദത്തിന് സമാനമായ പദം. ദുഗ്ധം എന്നാൽ പയസ് എന്നാണ്. ദുഗ്ധം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? പാൽ എന്നാണ്. പയസ് എന്നാൽ പാൽ എന്നാണ്. കൂടാതെ വെള്ളം എന്നൊരർത്ഥവും പയസിനുണ്ട്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്ത്രീലിംഗ രൂപം ഏതാണ്? തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ രൂപം ഓപ്ഷൻ സി ആണ്, വിദുഷി. വിദ്വാൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപമാണ് വിദുഷി. തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ രൂപം വിദുഷിയാണ്. തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുക. തണ്ടാർ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? തൺ പ്ലസ് താർ ആണ് തണ്ടാർ. തണ്ടാർ എന്ന പദം പിരിച്ചെഴുതിയാൽ തൺ പ്ലസ് താർ തണ്ടാർ.
അബ്ജദളാക്ഷൻ എന്നതിനെ ഘടകപദമാക്കുക. അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവൻ എന്നതാണ്. അബ്ജദളാക്ഷൻ എന്നതിനെ ഘടകപദമാക്കിയാൽ അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവൻ. ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം എന്നർത്ഥം വരുന്ന ചൊല്ല് ഇവിടെ ഏതാണ്? കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും. ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം എന്നർത്ഥം വരുന്ന ചൊല്ലാണ് കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും. എൻഡോഴ്സ്മെന്റ് എന്ന വാക്കിന് പകരം പറയാവുന്ന മലയാള പദം ഏതാണ്? മേലെഴുത്ത്. എൻഡോഴ്സ്മെന്റ് എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന മലയാള പദമാണ് മേലെഴുത്ത്. നരജീവിതമായ വേദനയ്ക്കൊരു മട്ടർഭകരൗഷധങ്ങൾ താൻ. അടിവരയിട്ട പദമായ അർഭകർ എന്നതിന് പകരം പറയാവുന്ന പദമാണ് കുട്ടികൾ. അർഭകർ എന്നതിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ് കുട്ടികൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ചില പരിപാടികൾ വീണ്ടും പുനഃപ്രക്ഷേപണം ചെയ്യുക എന്നതൊരു തന്ത്രമാണ്. വീണ്ടും പുനഃപ്രക്ഷേപണം എന്നത് പ്രയോഗത്തിന്റെ ആവശ്യമില്ല, അത് തെറ്റാണ്. പെട്ടെന്നുണ്ടായ ആകസ്മികമായ സംഭവം, ആ സെന്റൻസും തെറ്റാണ്. ഓരോരോ മാസം തോറും 500 രൂപ വീതം ഫീസ് കൊടുക്കണം എന്ന വാക്യവും തെറ്റാണ്, തെറ്റായ പ്രയോഗമാണ്. കഥാപാത്രങ്ങളുമായി വായനക്കാരൻ താതാത്മ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥ ആസ്വാദനം സംഭവിക്കുന്നത് എന്ന വാക്യമാണ് ഇവിടെ ശരിയായ വാക്യമായിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചന പദം ഏതാണ്? അഭിഭാഷകരാണ് തന്നിരിക്കുന്നവയിൽ അലിംഗ ബഹുവചന പദം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പദം ഏതാണ്? തെറ്റായിട്ട് എഴുതിയിരിക്കുന്നത് ഇവിടെ അധപതനം എന്നതാണ്. അധപതനമല്ല, അധപതനം എന്നാണ് ശരിയായിട്ട് എഴുതുന്നത്. ശരിയായ രൂപം ഇങ്ങനെയാണ്. ശരിയായ പദചേർച്ച ഏതാണ്? എരി പ്ലസ് തി എരിതി എന്നതാണ് ശരിയായ പദചേർച്ച. എരി പ്ലസ് തി എരിതി. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 97/2023. ഒന്നാമത്തെ ചോദ്യം, അങ്കാരം എന്ന പദത്തിന് യോജിച്ച സമാന പദം. അങ്കാരം, തീക്കനൽ. അങ്കാരം എന്ന പദത്തിന് യോജിച്ച സമാന പദമാണ് തീക്കനൽ. താഴെ കൊടുത്തവയിൽ നിന്നും അപ്രൂവ്ഡ് ആസ് പ്രപ്പോസ്ഡ് എന്നതിന് യോജിച്ച മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക. നിർദ്ദേശിച്ച പ്രകാരം അംഗീകരിച്ചു എന്നതാണ് അപ്രൂവ്ഡ് ആസ് പ്രപ്പോസ്ഡ് എന്നതിന് യോജിച്ച മലയാള പരിഭാഷ. ഉത്ഥാനം പിരിച്ചെഴുതുന്നത് ഉത് പ്ലസ് സ്ഥാനം ഉത്ഥാനം. സംശയമില്ലാത്തത് എന്ന അർത്ഥം വരുന്ന പദം അസന്നിഗ്ധം. സംശയമില്ലാത്തത് എന്നർത്ഥം വരുന്ന പദമാണ് അസന്നിഗ്ധം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. അന്തസ്സും ആഭിജാത്യവും സുന്ദരിയും സമർത്ഥയുമായ കഥാനായിക എന്ന വാക്യം തെറ്റാണ്. തിരുവനന്തപുരത്ത് 2ഉം കണ്ണൂര് 3ഉം ആലപ്പുഴ 5 മില്ലിമീറ്ററും മഴ പെയ്തു എന്ന പ്രസ്താവനയും തെറ്റാണ്. വന്നു ചേർന്ന ആപത്തുകളെല്ലാം നന്മ നിറഞ്ഞവരുടെ സഹായത്താൽ വളരെ വേഗം നീങ്ങിക്കിട്ടി എന്നതാണിവിടെ ശരിയായ വാക്യം. ചേർത്തെഴുതുക. തൻ പ്ലസ് കൽ തങ്കൽ. തൻ പ്ലസ് കൽ എന്നത് ചേർത്തെഴുതിയാൽ തങ്കൽ. കാണാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ദിദൃക്ഷു. കാണാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ദിദൃക്ഷു. കുളിച്ച കടവ് മറക്കരുത് എന്ന ചൊല്ലിന് യോജിച്ച പ്രസ്താവന കഴിഞ്ഞ അനുഭവങ്ങളും പ്രവൃത്തികളും മറക്കരുത് എന്നാണ്. കുളിച്ച കടവ് മറക്കരുത് എന്നതിന് യോജിച്ച പ്രസ്താവനയാണ് കഴിഞ്ഞ അനുഭവങ്ങളും പ്രവൃത്തികളും മറക്കരുത് എന്നത്. മോതിരം എന്ന പദത്തിന് യോജിച്ച പര്യായങ്ങൾ ഏതെല്ലാം? അങ്കുലീയം, കടകം എന്നിവയാണ് മോതിരം എന്ന പദത്തിന് യോജിച്ച പര്യായങ്ങൾ. അങ്കുലീയം, കടകം. സ്ഥാവരം എന്ന പദത്തിന്റെ എതിർപദം എഴുതുക. സ്ഥാവരം എന്ന പദത്തിന്റെ എതിർപദമാണ് ജംഗമം.
അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 111/2023. ഒന്നാമത്തെ ചോദ്യം, ശരിയായ പദനിര കണ്ടെത്തുക. ഇവിടെ ശരിയായ പദനിരയുള്ളത് ഓപ്ഷൻ എയിലാണ്. സമ്രാട്ട്, തത്വം, കഥനം. താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിൽ ശരിയായത് കണ്ടെത്തുക. യോഗത്തിൽ ഏകദേശം 50ഓളം ആളുകൾ പങ്കെടുത്തു. ഏകദേശം എന്ന് പറയുമ്പോൾ അവിടെ പിന്നീട് 50ഓളം എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്നാമത്തെ വാക്യം തെറ്റാണ്. ഏകദേശം യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു. യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു. അപ്പോൾ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന വരിയുടെ ശരിയായ മലയാള വിവർത്തനം ഏതാണ്? വിശ്രമിക്കുന്നതിന് മുൻപ് എനിക്ക് ഏറെ ദൂരം താണ്ടുവാനുണ്ട് എന്നതാണ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നതിൻ്റെ ശരിയായ മലയാള വിവർത്തനം. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് വിജിഗീഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് വിജിഗീഷു. ശരിയായ പര്യായ പദം രേഖപ്പെടുത്തിയ പദനിര കണ്ടെത്തുക. രിപു, ഹരി, വൈരി. രിപു എന്നാൽ എന്താണ്? ശത്രു. ഹരി എന്നാൽ വിഷ്ണു. വൈരി എന്നാലും ശത്രു. ഇപ്പൊ ഇവിടെ തെറ്റാണ്. 2 എണ്ണം മാത്രം ഒരുപോലെയുള്ളൂ. അടുത്തത് നഗം. നഗം എന്നാൽ പർവ്വതം. അജലം എന്നാലും പർവ്വതമാണ്. എന്നാൽ വിപിനം എന്നാൽ കാട് എന്നാണ്. അപ്പോൾ ഈ ഒരു പദനിരയും തെറ്റാണ്. അശ്വം എന്നാൽ കുതിരയാണ്. ദ്യുതം എന്നാൽ യുദ്ധം. ദേവനം എന്നാൽ ചൂതുകളിയാണ്. അപ്പോൾ ഇതും തെറ്റാണ്. ഗഗനം, നഫസ്, വ്യോമം ഇവയെല്ലാം തന്നെ ആകാശത്തിന്റെ പര്യായങ്ങളാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് രണ്ടാമത്തേതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 2 എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ന്യൂനം എന്ന പദത്തിന്റെ വിപരീത പദം. ന്യൂനത്തിന്റെ വിപരീതം ആധിക്യം. ന്യൂനം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ആധിക്യം. ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലി ഏതാണ്? കൊടുമ്പിരി കൊള്ളുക. ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലിയാണ് കൊടുമ്പിരി കൊള്ളുക. താഴെ പറഞ്ഞിട്ടുള്ള പദങ്ങളിൽ ബഹുവചനത്തെ കുറിക്കുന്ന അലിംഗ വചന പ്രത്യയം ചേർന്ന രൂപം ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ ബഹുവചനത്തെ കുറിക്കുന്ന അലിംഗ വചന പ്രത്യയം ചേർന്ന രൂപമാണ് അധ്യാപകർ. ഉന്നമ്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന ശരിയായ 2 പദങ്ങൾ കണ്ടെത്തുക. ഉത് പ്ലസ് നമ്രമാണ് ഉന്നമ്രം. ഉത് പ്ലസ് നമ്രം. സമുച്ചയാർത്ഥത്തിൽ തുല്യമായ ഘടകപദങ്ങളാക്കാൻ കഴിയുന്ന പദമാണ് രൂപഭാവങ്ങൾ. സമുച്ചയാർത്ഥത്തിൽ തുല്യമായ ഘടകപദങ്ങളാക്കാൻ കഴിയുന്ന പദമാണ് രൂപഭാവങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 123/2023. ഒന്നാമത്തെ ചോദ്യം, വിവാഹം ചെയ്ത് ഭാര്യയോട് കൂടെ പാർക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദമാണ് ഗൃഹസ്ഥൻ. വിവാഹം ചെയ്ത് ഭാര്യയോടുകൂടെ പാർക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഗൃഹസ്ഥനാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2 മാത്രം ശരി. മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? മലയാളികൾ എന്ന പദം അലിംഗ ബഹുവചന രൂപമാണ്. മലയാളികൾ എന്ന പദം അലിംഗ ബഹുവചന രൂപമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3 മാത്രം ശരി എന്നതാണ്. അടുത്ത ചോദ്യം, ഉൽഗതി എന്ന പദത്തിന്റെ വിപരീത പദം. ഉൽഗതി എന്ന പദത്തിന്റെ വിപരീത പദമാണ് അധോഗതി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഉൽഗതി എന്ന പദത്തിന്റെ വിപരീത പദമാണ് അധോഗതി. മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ മലര് പ്ലസ് അമ്പനാണ് മലരമ്പൻ. മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ മലര് അധികം അമ്പൻ മലരമ്പൻ. രാത്രി എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഏതാണ്? രാത്രി എന്ന പദത്തിന്റെ
പര്യായം അല്ലാത്തത് ഇവിടെ ക്ഷണപ്രഭ എന്നതാണ് രാത്രി എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത്. നിശ, ത്രിയാമ, ക്ഷണത ഇവയൊക്കെ രാത്രിയുടെ പര്യായ പദങ്ങളാണ്. രാത്രിയുടെ പര്യായ പദമല്ലാത്തത് ക്ഷണപ്രഭയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 4 മാത്രം ശരി എന്നതാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിനും തെറ്റുകൾ വരാം. തെറ്റായ വാക്യമാണ്. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം എന്നതാണ് ശരിയായ പ്രയോഗം. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. വെണ്ണീറ് എന്ന പദം പിരിച്ചെഴുതിയാൽ, വെണ്ണീറ് എന്ന പദം പിരിച്ചെഴുതിയാൽ വെൺ പ്ലസ് നീറാണ് വെണ്ണീറ്. വെൺ അധികം നീറ്, വെണ്ണീറ്. ഓപ്ഷൻ എ ആണ് ശരിയായ പദം കണ്ടെത്തുക. അതിഥി എന്ന് ശരിയായി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1 മാത്രം ശരി. അതിഥി എന്ന് ശരിയായിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഒരവസ്ഥയെയോ വസ്തുതയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ ഏതൊക്കെ? കൈയാടിയാലേ വായയാടൂ, പനിക്കു പട്ടിണി എന്നിവയാണ് ഒരവസ്ഥയെയോ വസ്തുതയെയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 2, 4 മാത്രം ശരി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ തർജ്ജമ ഏത്? ബ്ലൂ ബ്ലഡ്, ഉന്നത കുലജാതൻ ശരിയാണ്. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, രേഖാമൂലം എന്നതും ശരിയാണ്. പ്രോസ് ആൻഡ് കോൺസ്, അനുകൂല പ്രതികൂല വാദങ്ങൾ എന്നതും ശരിയാണ്. എ റെഡ് ലെറ്റർ ഡേ, അവസാന ദിവസം എന്നതാണ് ഇവിടെ തെറ്റായ തർജ്ജമ. എ റെഡ് ലെറ്റർ ഡേ എന്നാൽ വിശേഷ ദിവസം എന്നാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 4 മാത്രം ശരി എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 127/2023. ഒന്നാമത്തെ ചോദ്യം, അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞു നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. അതായത് വലിയ മേന്മ നടിക്കുക എന്നതാണ് അകത്തമ്മ ചമഞ്ഞു നടക്കുക എന്നതിൻ്റെ ശരിയായ അർത്ഥം. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്തെഴുതുക. രാമന്റെ അടുത്തു തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു. വളരെയധികം സംസാരിക്കുന്നയാൾ അതിവാചാലൻ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക. അന്തസ് എന്ന് ശരിയായി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. അനശ്വരതയെക്കുറിച്ചുള്ള ചിന്തകളാണ് മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. അനശ്വരത അല്ലെങ്കിൽ അനശ്വരം എന്നതിന്റെ വിപരീതം നശ്വരമാണ്. നദിയുടെ പര്യായം അല്ലാത്ത പദം. നദിയുടെ പര്യായമാണ് ദീപവതി, ധുനി, സ്രോതസ് ഇവയൊക്കെ. ഇവയിൽ നദിയുടെ പര്യായം അല്ലാത്തത് ഓപ്ഷൻ ഡി പയോദമാണ്. പയോദം എന്നാൽ മേഘം എന്നാണ് അർത്ഥം. വാക് അധികം മയം ചേർത്തെഴുതിയാൽ വാങ്മയമാണ്. വാക് അധികം മയം ചേർത്തെഴുതുമ്പോൾ വാങ്മയം. പല ഗുരു പിരിച്ചെഴുതിയാൽ പല പ്ലസ് ഉരു പലഗുരു. സംസ്കൃതത്തിലുള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപമാണ് ദ്വിവചനം. സംസ്കൃതത്തിലുള്ളതും എന്നാൽ മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപമാണ് ദ്വിവചനം. മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് PV ആൽബിയാണ്. മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് PV ആൽബിയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ജാഥയിൽ ഏകദേശം 1000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഏകദേശവും 1000-ഓളവും ഒരുമിച്ച് പറയേണ്ടതായിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ വാക്യം തെറ്റാണ്. ഉദ്ദേശം 20-നടുത്ത് കുടുംബങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. ഇതും തെറ്റായ വാക്യമാണ്. ഏറെക്കുറെ 50-ലധികം ആളുകളെ വന്നുള്ളൂ എന്ന വാക്യവും തെറ്റാണ്. 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നുണ്ട് എന്നതാണ് ശരിയായ വാക്യം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 135/2023. ഒന്നാമത്തെ ചോദ്യം,
പക്ഷി മൃഗാദികൾ എന്ന പദത്തെ ഘടകപദങ്ങളാക്കി വിപുലീകരിക്കുമ്പോൾ പക്ഷി, മൃഗം, ആദിയായവ എന്നതാണ് ശരിയായിട്ട് വരുന്നത്. പക്ഷി മൃഗാദികൾ എന്ന പദത്തെ ഘടകപദങ്ങളാക്കി വിപുലീകരിക്കുമ്പോൾ പക്ഷി, മൃഗം, ആദിയായവ. താഴെ തന്നിട്ടുള്ളവയിൽ രൂപം കൊണ്ട് ബഹുവചനമാണെന്ന് തോന്നുമെങ്കിലും ഏകവചനമായ പദമാണ് ദ്രോണർ. തന്നിരിക്കുന്നവയിൽ രൂപം കൊണ്ട് ബഹുവചനമാണെന്ന് തോന്നുമെങ്കിലും ഏകവചനമായ പദമാണ് ദ്രോണർ. സന്ധി നിയമപ്രകാരമുള്ള ശരിയായ പദനിര നിറപറ, എരുതി, ഉരക്കല്ല്. സന്ധി നിയമപ്രകാരമുള്ള ശരിയായ പദനിരയാണ് നിറപറ, എരുതി, ഉരക്കല്ല്. ഭൂമി എന്നർത്ഥം വരുന്ന പദം ഇതിലേതാണ്? ഓപ്ഷൻ എ ആണ് ഇള. ഭൂമി എന്നർത്ഥം വരുന്ന പദം ഇളയാണ്. നീഹാരം എന്നാൽ മഞ്ഞാണ്. രത്നാകരം സമുദ്രം, ഉഡു നക്ഷത്രം. കൂട്ടത്തിൽ പെടാത്ത ജോഡി ഏതാണ്? ആയം എന്നതിന്റെ വിപരീതമാണ് വ്യയം. ആരോഹണത്തിന്റെ വിപരീതം അവരോഹണമാണ്. ജ്ഞാനത്തിന്റെ വിപരീതം വിജ്ഞാനമല്ല, അജ്ഞാനമാണ്. അതുകൊണ്ട് കൂട്ടത്തിൽ പെടാത്ത ജോഡി ഓപ്ഷൻ സി ആണ്. തമസിന്റെ വിപരീതം ജ്യോതിസാണ്. ആയം വ്യയം, ആരോഹണം അവരോഹണം, ജ്ഞാനം അജ്ഞാനം, തമസ് ജ്യോതിസ്. എറവെള്ളം എറുമ്പിന് സമുദ്രം എന്ന ശൈലിയുടെ അർത്ഥം അല്പവസ്തുക്കളും നിസാരന്മാർക്ക് വലുതായി തോന്നും. എറവെള്ളം എറുമ്പിന് സമുദ്രം എന്ന ശൈലിയുടെ അർത്ഥം അല്പവസ്തുക്കളും നിസാരന്മാർക്ക് വലുതായി തോന്നും. ഹെർക്കുലിയൻ ടാസ്ക് എന്നതിന്റെ സമാനമായ പ്രയോഗമാണ് ഭഗീരഥ പ്രയത്നം. ഹെർക്കുലിയൻ ടാസ്ക് എന്നതിന്റെ സമാനമായ പ്രയോഗമാണ് ഭഗീരഥ പ്രയത്നം. പരിണാമത്തെ കുറിക്കുന്ന എന്നതിന്റെ ഒറ്റപ്പദമാണ് പാരിമാണികം. പരിണാമത്തെ കുറിക്കുന്ന എന്നതിന്റെ ഒറ്റപ്പദമാണ് പാരിമാണികം. അടുത്ത ചോദ്യം PSC ക്യാൻസൽ ചെയ്തതാണ്. 80ാമത്തെ ചോദ്യം, ഞായർ എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഏത്? ഞായർ എന്ന പദത്തിന്റെ പര്യായ പദങ്ങളായിട്ടുള്ളവയാണ് പ്രഭാകരൻ, ദിവാകരൻ, ദിനകരൻ. ഇവയൊക്കെ സുധാകരൻ എന്നാൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം. ഞായർ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തതാണ് സുധാകരൻ. സുധാകരൻ എന്നാൽ ചന്ദ്രനാണ്. പ്രഭാകരൻ, ദിവാകരൻ, ദിനകരൻ ഇവയെല്ലാം ഞായർ എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 138/2023. ഒന്നാമത്തെ ചോദ്യം, ശരിയായ പ്രയോഗം തിരിച്ചറിയുക. വിശ്വസ്തൻ എന്ന് ശരിയായി എഴുതുന്നത് ഓപ്ഷൻ ബി പോലെയാണ്. വിശ്വസ്തൻ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. കാട് പര്യായ ശബ്ദം കണ്ടെത്തുക. കാടിന്റെ പര്യായമാണ് അടവി. കാടിന്റെ പര്യായമാണ് അടവി. കന്ദരം എന്നാൽ കഴുത്താണ്. വാബി എന്നാൽ പൊയ്ക. പാദപം വൃക്ഷം. അടവി കാട്, കന്ദരം കഴുത്ത്, വാബി പൊയ്ക, പാദപം വൃക്ഷം. ഡിക്രി എന്ന പദത്തിന്റെ മലയാള പരിഭാഷയാണ് വിധി. ഡിക്രി എന്ന പദത്തിന്റെ മലയാള പരിഭാഷ വിധി. ഒറ്റപ്പദം എഴുതുക. കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികം. കൃഷിയെ സംബന്ധിക്കുന്നതാണ് കാർഷികം. പിരിച്ചെഴുതുക. നിരർത്ഥം എന്നത് പിരിച്ചെഴുതിയാൽ നീ അധികം അർത്ഥമാണ് നിരർത്ഥം. നീ പ്ലസ് അർത്ഥം നിരർത്ഥം. ബഹുവചന ശബ്ദം കണ്ടെത്തുക. കുട്ടികൾ. കുട്ടികളാണ് ഇവിടെ ബഹുവചന ശബ്ദമായിട്ടുള്ളത്. പുല്ലിംഗ ശബ്ദം തിരിച്ചറിയുക. ഇവിടുത്തെ പുല്ലിംഗ ശബ്ദം മഹാനാണ്. വിപരീത പദം കണ്ടെത്തുക. ആരോഹണം എന്നതിന്റെ വിപരീതമാണ് അവരോഹണം. ആരോഹണത്തിന്റെ വിപരീതം അവരോഹണം. ചേർത്തെഴുതുക. മഹത് പ്ലസ് ചരിതം മഹച്ചരിതം. മഹത് പ്ലസ് ചരിതം മഹച്ചരിതം. സമാന പദം കണ്ടെത്തുക. ധരണി. ധരണി എന്നാൽ ഭൂമി എന്നാണ് അർത്ഥം. ധരണി എന്നാൽ ഭൂമി എന്നാണ് അർത്ഥം. തടിനി എന്നാൽ നദിയാണ്. ജലധി സമുദ്രം. ആരണി എന്നാൽ നീർച്ചുഴി എന്നും പാർവതി എന്നും ഒക്കെ അർത്ഥമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 148/2023.
ശരിയായ പദമേത്? സർവതോമുഖം എന്ന് ശരിയായി എഴുതുന്നത് ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ്, സർവതോമുഖം. താഴെ പറയുന്നവയിൽ ശരിയേത്? ശരിയായിട്ട് എഴുതിയിരിക്കുന്നത് അസ്ഥിവാരം, പരിണിതഫലം എന്നിവയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 1ഉം 2ഉമാണ് ശരിയായി എഴുതിയിരിക്കുന്നത്. വ്യത്യസ്തമെന്നും ആഢ്യത്വമെന്നും എഴുതുന്നത് ഇങ്ങനെയല്ല, ശരിയായി എഴുതുന്നത് ഇങ്ങനെയാണ്. ഒറ്റപ്പദമാക്കുക. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. അർത്ഥം കണ്ടെത്തുക. വിഫിൽസ എന്നാൽ ഭേദിക്കാനുള്ള ആഗ്രഹം എന്നാണ്. വിഫിൽസ എന്ന വാക്കിന് അർത്ഥം ഭേദിക്കാനുള്ള ആഗ്രഹം. പൂങ്കുല എന്നർത്ഥം വരുന്ന പദമാണ് മഞ്ചരി. പൂങ്കുല എന്നർത്ഥം വരുന്ന പദമാണ് മഞ്ചരി. വിപരീത പദം എഴുതുക. ഖണ്ഡനം, മണ്ഡനം. ഖണ്ഡനം എന്നതിന്റെ വിപരീതമാണ് മണ്ഡനം. സമാനാർത്ഥമുള്ള പദം കണ്ടെത്തുക. കൽമഷം. കൽമഷം എന്നാൽ പാപം. കൽമഷം എന്ന വാക്കിനർത്ഥം പാപം എന്നാണ്. വിപരീത പദം എഴുതുക. പരദേശം, സ്വദേശം. പരദേശം എന്ന വാക്കിന്റെ വിപരീത പദമാണ് സ്വദേശം. പവിഴം എന്നർത്ഥമുള്ള പദങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നവയിൽ പവിഴം എന്നർത്ഥമുള്ള പദങ്ങളാണ് പ്രവാളം, വിദ്രുമം എന്നിവ. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. പവിഴം എന്നർത്ഥമുള്ള പദങ്ങളാണ് പ്രവാളം, വിദ്രുമം എന്നിവ. പിരിച്ചെഴുതുക. നന്നൂൽ. നന്നൂൽ എന്നത് ശരിയായി പിരിച്ചെഴുതുന്നത് നല് പ്ലസ് നൂലാണ്. നന്നൂൽ. നല് പ്ലസ് നൂൽ, നന്നൂൽ. അടുത്ത ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. 92ാമത്തെ ചോദ്യം. എതിർലിംഗം എഴുതുക. സാത്വികൻ, സാത്വികി എന്നതാണ്. സാത്വികൻ എന്നതിന്റെ എതിർലിംഗമാണ് സാത്വികി. സാത്വികൻ എന്നതിന്റെ എതിർലിംഗം സാത്വികി. എതിർലിംഗം എഴുതുക. വിധവ, വിധുരൻ. വിധവ എന്നതിന്റെ എതിർലിംഗമാണ് വിധുരൻ. സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. തന്നിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ദേവതമാരാണ്. വചനമേത്? ഗുരുക്കൾ. ഗുരുക്കൾ പൂജക ബഹുവചനമാണ്. ഗുരുക്കൾ എന്നത് പൂജക ബഹുവചനമാണ്. മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്ന ചൊല്ലിന് സമാനമായത് കാറ്റുള്ളപ്പോൾ പാറ്റുക. മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്ന ചൊല്ലിന് സമാനമായത് കാറ്റുള്ളപ്പോൾ പാറ്റുക. പരിഭാഷപ്പെടുത്തുക. അഡ്ജേൺ. അഡ്ജേൺ എന്നാൽ നീട്ടിവെക്കുക. അഡ്ജേൺ എന്നാൽ നീട്ടിവെക്കുക. ശൈലി വ്യാഖ്യാനിക്കുക. ആലത്തൂർ കാക്ക. ആലത്തൂർ കാക്ക എന്നാൽ ആശിച്ച് കാലം കളയുന്നയാൾ. ആലത്തൂർ കാക്ക എന്നാൽ ആശിച്ച് കാലം കളയുന്നയാൾ എന്നാണ് അർത്ഥം. ശരിയായ വാക്യം ഇവയിൽ ഏകാധിപത്യത്തെ എതിർക്കുക തന്നെ വേണം എന്നതാണ്. കൂപമണ്ഡൂകം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ലോക പരിജ്ഞാനമില്ലാത്തവൻ എന്നാണ്. കൂപമണ്ഡൂകം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ലോക പരിജ്ഞാനം ഇല്ലാത്തവൻ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 158/2023. ഒന്നാമത്തെ ചോദ്യം. കൂടെ ഇരുന്ന് കഴുത്തറക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തുകൂടി ചതിക്കുക. കൂടെ ഇരുന്ന് കഴുത്തറുക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തുകൂടി ചതിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. 93ാമത്തെ ചോദ്യം. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഇതിൽ തെറ്റില്ലാത്ത വാക്യം ഓപ്ഷൻ ഡി ആണ്. വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം എന്ന വാക്യമാണ് ഇവിടെ തെറ്റില്ലാത്ത വാക്യം. പ്രസംഗിക്കുന്നയാൾ എന്നതിനുള്ള ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. പ്രസംഗിക്കുന്നയാൾ, പ്രസംഗകൻ. പ്രസംഗിക്കുന്നയാൾ എന്നതിനുള്ള ശരിയായ പദമാണ് പ്രസംഗകൻ. തണുപ്പുണ്ട് എന്നത് പിരിച്ചെഴുതിയാൽ തണുപ്പ് അധികം ഉണ്ട്, തണുപ്പുണ്ട്. തണുപ്പ് അധികമുണ്ട്, തണുപ്പുണ്ട്. പെരും അധികം പറ ചേർത്തെഴുതിയാൽ പെരുമ്പറ. പെരും അധികം പറ ചേർത്തെഴുതിയാൽ കിട്ടുന്നത് പെരുമ്പറ. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഈ കൂട്ടത്തിൽ
ജനിത്രിയാണ്. ജനിത്രി എന്നാൽ അമ്മ എന്നാണ് അർത്ഥം. ഭൂമിയുടെ പര്യായ പദങ്ങളാണ് ധരണി, വസുധ, മേദിനി ഇവയെല്ലാം. ധരണി, വസുധ, മേദിനി എന്നിവയൊക്കെ ഭൂമിയുടെ പര്യായ പദങ്ങളാണ്. ജനിത്രി എന്നാൽ അമ്മയുടെ പര്യായ പദമാണ്. വിപരീത പദം എഴുതുക. വിവൃതം. വിവൃതത്തിന്റെ വിപരീതം സംവൃതം. വിവൃതം എന്ന പദത്തിന്റെ വിപരീത പദമാണ് സംവൃതം. ഒറ്റപ്പദമാക്കുക. എല്ലാ ജനങ്ങൾക്കും ബാധകമായ. സർവജനീയം. എല്ലാ ജനങ്ങൾക്കും ബാധകമായത് സർവജനീയം. അടുത്ത ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്തതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 160/2023. ഒന്നാമത്തെ ചോദ്യം, അയാൾ എന്നത് പിരിച്ചെഴുതുക. ആ പ്ലസ് ആളാണ് അയാൾ. ആ പ്ലസ് ആൾ അയാൾ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? അവൻ മാത്രമേ വന്നുള്ളൂ എന്നത് തെറ്റായ പ്രയോഗമാണ്. കേവലം ജലപാനം മാത്രം നടത്തി. കേവലവും മാത്രവും ഒരുമിച്ച് വരേണ്ടതായിട്ടില്ല. വെറും വെള്ളം മാത്രം കുടിച്ചു എന്നതും തെറ്റായ പ്രയോഗമാണ്. അവൻ ഒരക്ഷരം ഉരിയാടിയില്ല എന്നതാണ് ഇവിടെ ശരിയായ വാക്യം. അടുത്ത ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. 94ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചന രൂപം ഏതാണ്? സലിംഗ ബഹുവചന രൂപം ഇവിടെ പെണ്ണുങ്ങൾ എന്നതാണ്. പുറം പ്ലസ് അടി ചേർത്തെഴുതുമ്പോൾ പുറമടി. പുറം പ്ലസ് അടി പുറമടി. സൂര്യന്റെ പര്യായം അല്ലാത്ത പദം. തന്നിരിക്കുന്നവയിൽ സൂര്യന്റെ പര്യായം അല്ലാത്ത പദം ഓപ്ഷൻ ഡി സൂപവർണിയാണ്. സൂര്യന്റെ പര്യായം അല്ലാത്ത പദം സൂപവർണി. ബ്രഥ്നൻ, ഹരിദശ്വൻ, വികർത്തനൻ എന്നിവയൊക്കെ സൂര്യന്റെ പര്യായ പദങ്ങളാണ്. ബ്രഥ്നൻ, ഹരിദശ്വൻ, വികർത്തനൻ എന്നിവയൊക്കെ സൂര്യന്റെ പര്യായ പദങ്ങളാണ്. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം തിരഞ്ഞെടുത്തെഴുതുക. തുല്യതയെക്കുറിച്ചുള്ള ആദർശം ജനാധിപത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. തുല്യത അല്ലെങ്കിൽ തുല്യം എന്നതിന് വിപരീതം അതുല്യം. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്തെഴുതുക. തന്നിരിക്കുന്നവയിൽ അസ്തിത്വം എന്ന് ശരിയായി എഴുതുന്നത് ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ്. അടുത്ത ചോദ്യം, അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്തെഴുതുക. വ്യാകരണം അറിയാവുന്നവർക്ക് ഈ ഗ്രന്ഥം ശരിയായി മനസ്സിലാക്കാൻ സാധിക്കൂ. വ്യാകരണം അറിയുന്നയാൾ വൈയാകരണൻ. വ്യാകരണം അറിയുന്നയാൾ എന്നതിന്റെ ഒറ്റപ്പദമാണ് വൈയാകരണൻ. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുത്തെഴുതുക. സുഹൃത്തുക്കളിൽ നിന്നും 5ാം പത്തിക്കാരെ ഒഴിവാക്കുക തന്നെ വേണം. 5ാം പത്തി ഒറ്റുകൊടുക്കുന്നവർ. 5ാം പത്തിക്കാർ എന്നാൽ ഒറ്റുകൊടുക്കുന്നവർ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 161/2023. ഒന്നാമത്തെ ചോദ്യം, കുയിൽ എന്നർത്ഥം വരാത്ത പദം. പികം, കോകിലം, പരഭൃതം ഇവയൊക്കെ കുയിലിന്റെ പര്യായങ്ങളാണ്. കബോധമാണ് കുയിൽ എന്നർത്ഥം വരാത്ത പദം. കബോധം എന്നാൽ പ്രാവ് എന്നാണ് അർത്ഥം. കുയിലിന്റെ പര്യായങ്ങളാണ് പികം, കോകിലം, പരഭൃതം. കബോധം എന്നാൽ പ്രാവാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റില്ലാത്ത രൂപം കണ്ടെത്തുക. ഇവിടെ ശരിയായി എഴുതിയിരിക്കുന്നത് ചെലവ് എന്ന വാക്ക് മാത്രമാണ്. ജീവശവം, ത്രികോണം, ദിത്വം എന്നിങ്ങനെയെല്ലാം എഴുതിയിരിക്കുന്നത് തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഇങ്ങനെയാണ്. കൊള്ളിവാക്ക് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് വേദനിപ്പിക്കുന്ന വാക്കാണ് കൊള്ളിവാക്ക്. കൊള്ളിവാക്ക് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് വേദനിപ്പിക്കുന്ന വാക്ക്. ധാർത്തരാഷ്ട്രർ ആരാണ്? ധൃതരാഷ്ട്രരുടെ പുത്രന്മാരാണ് ധാർത്തരാഷ്ട്രർ. ധൃതരാഷ്ട്രരുടെ പുത്രന്മാരാണ് ധാർത്തരാഷ്ട്രർ. ഭാവുകനെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദമാണ് ഭാവുകത്വം. ഭാവുകനെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഭാവുകത്വം. താഴെ പറയുന്നവയിൽ സ്ത്രീ പുരുഷ ഉഭയലിംഗ പ്രത്യയമായി വരാത്തതാണ് തു. താഴെ പറയുന്നവയിൽ സ്ത്രീ പുരുഷ ഉഭയലിംഗ പ്രത്യയമായി വരാത്തത് തു ആണ്. വെണ്ണ കട്ടുണ്ണി എന്നത് പിരിച്ചെഴുതിയാൽ വെണ്ണ അധികം കട്ട അധികം ഉണ്ണി. വെണ്ണ പ്ലസ് കട്ട പ്ലസ് ഉണ്ണിയാണ്
വെണ്ണ കട്ടുണ്ണി പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത്. കൂട്ടത്തിൽ ചേരാത്തത് ഇവയിൽ കുന്നിൻ മകൾ എന്നതാണ്. ആഴക്കടലിൽ ഓളമില്ല ഇതേ അർത്ഥം വരുന്ന ചൊല്ലാണ് നിറകുടം തുളുമ്പില്ല. ആഴക്കടലിൽ ഓളമില്ല എന്ന അർത്ഥം വരുന്ന ചൊല്ലാണ് അതേ അർത്ഥം വരുന്ന ചൊല്ലാണ് നിറകുടം തുളുമ്പില്ല. ശരിയായ വാക്യം ഇതിൽ അവർ വളരെ മനോഹരിയായിരുന്നു എന്നാൽ മനസ്സ് പരിശുദ്ധമായിരുന്നു എന്ന വാക്യം തെറ്റായ പ്രയോഗമാണ്. നോവലിസ്റ്റ് ആ സംഭവം വളരെ കൃത്യമായും എന്നാൽ ശ്രദ്ധയോടെയും വിവരിച്ചിട്ടുണ്ട്. അതും തെറ്റായ പ്രയോഗമാണ്. ദൂരം വളരെ കൂടുതലായിരുന്നു എന്നാൽ യാത്ര വേണ്ടത്ര നന്നായിരുന്നു. അതും തെറ്റായ ഒരു വാക്യമാണ്. അവൻ എല്ലാ കൊല്ലവും ഒന്നാമതായിരുന്നു എന്നാൽ ഇക്കൊല്ലം രണ്ടാമതായി പോയി എന്നതാണ് ഇവിടെ ശരിയായ വാക്യം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 208/2023. ഒന്നാമത്തെ ചോദ്യം, ശരിയായ പദമേത്? തന്നിരിക്കുന്നതിൽ സമ്രാട്ട് എന്ന് ശരിയായി എഴുതുന്നത് ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് പോലെയാണ്, സമ്രാട്ട്. മന്ദം എന്ന വാക്കിന്റെ വിപരീത പദം മന്ദം ശീഘ്രം. മന്ദം എന്ന വാക്കിന്റെ വിപരീത പദമാണ് ശീഘ്രം. ശരിയായ പദം ശരത്ചന്ദ്രൻ എന്ന് ശരിയായി എഴുതുന്നത് ഇങ്ങനെയാണ്, ശരത്ചന്ദ്രൻ. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിന്റെ ഒറ്റപ്പദമാണ് ബുഭുക്ഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിന്റെ ഒറ്റപ്പദമാണ് ബുഭുക്ഷു. മുറ്റം എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് കൃപാണമാണ്. അജിരം, ചത്വരം, അങ്കണം എന്നിവയൊക്കെ മുറ്റം എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്. കൃപാണം എന്നാൽ വാൾ എന്നാണ് അർത്ഥം. കൃപാണം എന്നാൽ വാൾ എന്നാണ് അർത്ഥം. അജിരം, ചത്വരം, അങ്കണം ഇവയൊക്കെ മുറ്റം എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപം അവസാനിക്കുക. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന പദമാണ് അവസാനിക്കുക. ഉമ്മാക്കി കാട്ടുക എന്ന ശൈലിയുടെ ശരിയായ വ്യാഖ്യാനം യഥാർത്ഥമല്ലാത്ത ഒന്ന് ഉണ്ടെന്ന രീതിയിൽ അവതരിപ്പിക്കുക. ചിറ്റോളം എന്നത് പിരിച്ചെഴുതിയാൽ ചിറു പ്ലസ് ഓളമാണ് ചിറ്റോളം. ചിറു അധികം ഓളം, ചിറ്റോളം. പ്രസാദം, പ്രാസാദം എന്നീ പദങ്ങളുടെ അർത്ഥം വരുന്നവ ഏതാണ്? പ്രസാദം എന്നാൽ സന്തോഷം, പ്രാസാദം എന്നാൽ മാളിക. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. പ്രസാദം സന്തോഷം, പ്രാസാദം മാളിക. ഏകവചന രൂപമേത്? ഏകവചന രൂപത്തിൽ ഭാഗവതരാണ്. ബഹുവചന രൂപമേത്? തന്നിരിക്കുന്നവയിൽ ബഹുവചന രൂപം ഭൃത്യർ എന്നതാണ്. കല് പ്ലസ് മതം ചേർത്തെഴുതിയാൽ കന്മതം. കല് പ്ലസ് മതമാണ് കന്മതം. ഞാനൊന്നും പഠിച്ചില്ല, ആ പരീക്ഷ ഞാൻ വിജയിച്ചു. ഈ വാക്യങ്ങൾ ചേർത്തെഴുതുമ്പോൾ ഉപയോഗിക്കാവുന്ന ശരിയായ ഘടകപദങ്ങൾ എന്നിട്ടും എന്നതാണ്. ഞാനൊന്നും പഠിച്ചില്ല, എന്നിട്ടും ആ പരീക്ഷ ഞാൻ വിജയിച്ചു എന്നാണ് ഈ വാക്യങ്ങൾ ശരിയായ രീതിയിൽ എന്നിട്ടും എന്ന ഘടകപദം ഉപയോഗിച്ച് ചേർത്തെഴുതാൻ കഴിയുന്നത്. ശരിയായ പദമേത്? ഇവയിൽ ഉച്ഛ്വാസം എന്ന് ശരിയായിട്ട് എഴുതുന്നത് ഓപ്ഷൻ ബി പോലെയാണ്, ഉച്ഛ്വാസം. വ്യക്തിയെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദം വൈയക്തികം. വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം. He would have come if I had invited him എന്നതിന്റെ ശരിയായ പരിഭാഷ ഞാൻ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൻ വന്നേനെ എന്നതാണ്. He would have come if I had invited him എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ ഞാൻ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൻ വന്നേനെ. സ്ത്രീലിംഗ ശബ്ദം എഴുതുക. പ്രഭു എന്നതിന്റെ സ്ത്രീലിംഗമാണ് പ്രഭി. പ്രഭു എന്നതിന്റെ സ്ത്രീലിംഗ രൂപമാണ് പ്രഭി. പുല്ലിംഗ ശബ്ദം എഴുതുക. ഏകാകിനി. ഏകാകിനി എന്നതിന്റെ പുല്ലിംഗ ശബ്ദമാണ് ഏകാകി. ഏകാകിനി എന്നതിന്റെ പുല്ലിംഗ ശബ്ദം ഏകാകി. നന്നൂൽ പിരിച്ചെഴുതുന്നത് നല് പ്ലസ് നൂലാണ് നന്നൂൽ. നല് പ്ലസ് നൂൽ നന്നൂൽ.
താഴെ പറയുന്നവയിൽ ശരിയായ രൂപം ഏത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെപ്പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ എന്നതാണ് ശരിയായിട്ടുള്ള രൂപം. ക്രമമനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ക്രമമനുസരിച്ച് എന്നർത്ഥം വരുന്ന പദമാണ് അനുക്രമം. ക്രമമനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം അനുക്രമമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3 മാത്രം ശരി എന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. സ്കൂളിൽ മരിച്ച മാനേജരെ അനുശോചിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ചു പ്രമേയം പാസാക്കി എന്നത് തെറ്റായ ഒരു വാക്യമാണ്. അധ്യാപകൻ പഠിക്കാത്തതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു എന്നതും തെറ്റായ വാക്യമാണ്. സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു എന്നതാണ് ഇവിടെ ശരിയായ വാക്യം. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. കൈയക്ഷരം എന്ന പദം പിരിച്ചെഴുതിയാൽ കൈ അധികം അക്ഷരമാണ് കൈയക്ഷരം. ഓപ്ഷൻ ഡി 4 മാത്രമാണ് ശരി. നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തിയ കൂട്ടം. ഇതിൽ നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? ചക്രവാകം, ചക്രവാതം, ചക്രവാളം, ചക്രശ്വാസം എന്നിവയാണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ പദം കണ്ടെത്തുക. അസ്തമയം എന്ന് ശരിയായിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്. 4-മത്തതാണ് ശരി. ഓപ്ഷൻ ബി 4 മാത്രം ശരി. യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ചിനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം. യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ് ചിനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഈ ദൃശ്യം എന്ന പദത്തിന്റെ വിപരീതം കണ്ടെത്തുക. ഈ ദൃശ്യം എന്ന പദത്തിന്റെ വിപരീതമാണ് സദൃശ്യം. ഈ ദൃശ്യം എന്ന പദത്തിന്റെ വിപരീതമാണ് സദൃശ്യം. 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. സൂര്യൻ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തതേത്? സൂര്യൻ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഇതിൽ സുധാംശു ആണ്. അർക്കൻ, മിഹിരൻ, ആദിത്യൻ ഇവയൊക്കെ സൂര്യന്റെ പര്യായങ്ങളാണ്. ഓപ്ഷൻ ഡി 4 മാത്രമാണ് സൂര്യന്റെ പര്യായം അല്ലാത്തത്. അടയുടെ ഉള്ളിലൊരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? അടയുടെ ഉള്ളിലൊരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്നത് തേനീച്ചക്കൂടിനെയാണ്. ഓപ്ഷൻ സി 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. തെറ്റായ തർജ്ജമ തന്നിരിക്കുന്നവയിൽ ഏതാണ്? തന്നിരിക്കുന്നവയിൽ തെറ്റായ തർജ്ജമ 1-മത്തേതാണ്. ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി, കൂട്ടത്തിൽ കൊള്ളാത്തവൻ എന്നതാണ് ഇവിടെ തെറ്റായ തർജ്ജമയായിട്ടുള്ളത്. ഓപ്ഷൻ ബി 1 മാത്രമാണ്. കിക്ക് ദ ബക്കറ്റ് എന്നാൽ മരണപ്പെട്ടു. 11th hour എന്നാൽ 11 മണി. റെഡ് ടേപ്പ് ചുവപ്പ് നാട. ഇതെല്ലാം ശരിയായ തർജ്ജമയാണ്. തെറ്റായിട്ടുള്ളത് 1 മാത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 228/2023. 1-മത്തെ ചോദ്യം. വിഷം എന്ന പദത്തിന് സമാനം അല്ലാത്ത പദം വായസമാണ്. വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം ഇവിടെ വായസം എന്ന പദമാണ്. വായസം എന്നാൽ കാക്കയാണ്. ഗരദം, ക്ഷേളം, ഗരളം ഇവയൊക്കെ തന്നെ വിഷം എന്ന പദത്തിന് സമാനമായിട്ടുള്ള പദങ്ങളാണ്. ഗരദം, ക്ഷേളം, ഗരളം ഇവയൊക്കെ വിഷത്തിന്റെ പര്യായങ്ങളാണ്. വായസം എന്നാൽ കാക്കയാണ്. മാരാർ ചെണ്ട കൊട്ടുന്നു അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? പൂജക ബഹുവചനമാണ് മാരാർ എന്ന പദം. താഴെ കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത്. തന്നിരിക്കുന്നവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത് ഏതാണ്? കുട്ടിയാണ്.
ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. അത്ഭുതം എന്ന് ശരിയായിട്ട് എഴുതുന്നത് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ്. അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്ന അർത്ഥം ലഭിക്കുന്ന പ്രയോഗ ശൈലിയാണ് അഴകിയ രാവണൻ. അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്ന അർത്ഥം ലഭിക്കുന്ന പ്രയോഗ ശൈലിയാണ് അഴകിയ രാവണൻ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ഭൂമി എന്നർത്ഥം ലഭിക്കുന്ന പദം, തന്നിരിക്കുന്നവയിൽ ഭൂമി എന്നർത്ഥം വരുന്ന പദം ക്ഷിതിയാണ്. തടിനി, വാഹിനി ഒക്കെ എന്താണ്? നദിയുടെ പര്യായങ്ങളാണ്. നിന്ന എന്ന പദത്തിന്റെ വിപരീതം, നിന്നയുടെ വിപരീതം സ്തുതിയാണ്. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിന്റെ അർത്ഥം അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിന്റെ അർത്ഥം അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. താഴെ തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം വഴി പ്ലസ് ഉണ്ട്, വഴിയുണ്ട്. യഥാ അധികം ഇഷ്ടം എന്നത് ചേർത്തെഴുതിയാൽ യഥേഷ്ടം. യഥാ അധികം ഇഷ്ടം ചേർത്തെഴുതിയാൽ യഥേഷ്ടം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 244/2023. ഒന്നാമത്തെ ചോദ്യം, ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. സ്വാദിഷ്ടം എന്ന് ശരിയായി എഴുതുന്നത് ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ്. ശരിയായ ഭാഷാപ്രയോഗം തിരഞ്ഞെടുത്തെഴുതുക. ശരിയായ വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ. ഗത്യന്തരമില്ല എന്നതിൻ്റെ കൂടെ വേറെ എന്ന് പറയേണ്ട കാര്യമില്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ, കൂടെ ജോലി ചെയ്യുന്ന ആളാണ് സഹപ്രവർത്തകൻ, അതുകൊണ്ട് ആ വാക്യവും തെറ്റായ വാക്യമാണ്. ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ എന്നതും തെറ്റായ പ്രയോഗമാണ്. ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല എന്നതാണ് ഇവിടെ ശരിയായ വാക്യമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം വലിയ ഭാഗം. സിംഹഭാഗം എന്നാൽ വലിയ ഭാഗം. അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം ഇവിടെ ജനകനാണ്. മനുജൻ എന്നാൽ മനുഷ്യൻ, നൃപൻ എന്നാൽ രാജാവ്, ജനനി എന്നാൽ അമ്മ എന്നാണ് അർത്ഥം. അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്നത് ജനകനാണ്. സ്മരിക്കുക എന്ന പദത്തിന്റെ വിപരീത പദം വിസ്മരിക്കുക. സ്മരിക്കുക എന്നതിന്റെ വിപരീതമാണ് വിസ്മരിക്കുക. വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ വെൺ അധികം ചാമരം, വെഞ്ചാമരം. വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതുന്നത് വെൺ പ്ലസ് ചാമരം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപമാണ് വിദുഷി. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപമാണ് വിദുഷി. താഴെ പറയുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏതാണ്? ഭാഗവതർ, മർത്യർ, സമർത്ഥർ, ആസ്വാദകർ. ഇതിൽ ബഹുവചനമല്ലാത്തത് ഭാഗവതരാണ്. മർത്യർ, സമർത്ഥർ, ആസ്വാദകർ എന്നിവയൊക്കെ ബഹുവചന രൂപങ്ങളാണ്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിന്റെ ഉചിതമായ മലയാള ശൈലിയാണ് നിത്യാഭ്യാസി ആനയെ എടുക്കും. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിന്റെ ഉചിതമായ മലയാള ശൈലിയാണ് നിത്യാഭ്യാസി ആനയെ എടുക്കും. ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം, ക്ഷോഭിച്ചവൻ ക്ഷുഭിതൻ. ക്ഷോഭിച്ചവനാണ് ക്ഷുഭിതൻ. അപ്പോൾ ഇത്രയുമാണ് PSC 2023 ചോദിച്ച OMR എക്സാമുകളിൽ നിന്നുള്ള മലയാളം ചോദ്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.